നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, നമ്മൾ കടന്നു വന്ന സമയം മുതൽ ദൈവസന്നിധിയിൽ പാടി സന്തോഷിക്കുകയായിരുന്നു. അതുപോലെ ചില പ്രായോഗികമായ കാര്യങ്ങളെക്കുറിച്ച് തുടക്കത്തിൽ നമുക്ക് പറയുവാനും കേൾക്കുവാനും ഒക്കെ സാഹചര്യം ഒരുങ്ങി. എന്നാൽ നമ്മൾ തുടർമാനമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്. അതിലേക്ക് തന്നെയാണ് നമ്മൾ ഇന്നും കടന്നു പോകുന്നത്. നമ്മുടെ ബഹുമാനായ അച്ഛൻ നമ്മോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ അവസാനത്തെ ചോദ്യം, അതായത് നിങ്ങൾ ത്രിയേക ദൈവത്തെ എന്തുകൊണ്ട് ആരാധിക്കുന്നില്ല, നിങ്ങൾ യേശുക്രിസ്തുവിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു, നിങ്ങളുടെ പാട്ടുകളെല്ലാം അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ അതിനൊക്കെ മറുപടി പറയായിരുന്നു. അതിനോട് അനുബന്ധിച്ചൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു, ആരാ നിങ്ങളുടെ ദൈവം എന്നൊക്കെ ഒരു ചോദ്യം. അതിനെല്ലാം നമ്മളിങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. അച്ഛനുമായി ബന്ധപ്പെട്ടവരൊക്കെയോ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആദ്യത്തെ മെസ്സേജുകളൊക്കെ, അതായത് അതിൻ്റെ ആ 2-3 ആഴ്ച മുമ്പുള്ള മെസ്സേജുകൾ ഒത്തിരി ആളുകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമൂഹത്തിൽപ്പെട്ടവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവർക്കത് പ്രയോജനപ്പെടട്ടെ, മേലാൽ കേൾക്കുന്നവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതൊരു അനുഗ്രഹമായി തീരട്ടെ. അപ്പോൾ പിന്നീട് അദ്ദേഹം പറഞ്ഞു വന്നത്, നിങ്ങളുടെ പാട്ടാണോ ഈ ആരാധന? ആ ഒരു ചോദ്യമല്ലേ, നമുക്കതിന് മറുപടി പറയേണ്ടതുണ്ടല്ലോ. അങ്ങനെയാണ് കഴിഞ്ഞ 2 ആഴ്ചയും നമ്മൾ സംസാരിച്ചു പോയത്. എന്നാൽ ഈ കഴിഞ്ഞു പോയ ആഴ്ചയിൽ, അതിന് മുൻപുള്ള ആഴ്ചയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളോടുള്ള വിയോജിപ്പുകൾ, അതായത് ഈ പെന്തക്കോസ്റ്റ് സർക്കിളിൽ നിന്ന് തന്നെ ചിലരൊക്കെ പ്രകടിപ്പിച്ചു. അതായത് ഇതിനകത്തൊക്കെ ഒത്തിരി സ്കോളേഴ്സൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ഈ സ്വയം പ്രഖ്യാപിത സ്കോളേഴ്സും ഉണ്ട്. അപ്പം ചില കമൻസൊക്കെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഒരു ഐഡിയ കിട്ടിയത്, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അതൊക്കെ ചില സ്വയം പ്രഖ്യാപിത പണ്ഡിതന്മാരാണ് ആ കാര്യങ്ങൾ പറഞ്ഞതെന്നുള്ളതാണ്. അപ്പോൾ അവർ ഈ പ്രസംഗങ്ങൾ മുഴുവനും കേട്ടിട്ടല്ല പറയുന്നത്, കേൾക്കാതെയാണ് പറയുന്നത്. അതിൻ്റെ ഒരു വിശദീകരണം എന്നോണം നമുക്ക് കഴിഞ്ഞ ആഴ്ച കുറേ കാര്യങ്ങൾ പറയേണ്ടി വന്നു. കുറേ കാര്യങ്ങൾ പിന്നീട് പൊതുവായിട്ട് അല്പം കാര്യങ്ങളുമേ പറഞ്ഞുള്ളൂ. അങ്ങനെ കഴിഞ്ഞ ആഴ്ച നമ്മൾ അവർക്കും കൂടി ഒരു മറുപടി എന്നോണം സംസാരിച്ചു പോയത്. അതായത് അവർ നമ്മളോട് പറഞ്ഞത്, കമൻറ്റ് സെക്ഷനിലൂടെ നമ്മളോട് സൂചിപ്പിച്ചത്, നിങ്ങളതിനെ പഴയ നിയമമൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് പുതിയ നിയമം മാത്രം പറഞ്ഞാൽ പോരെ, പുതിയ നിയമത്തിൽ ആവശ്യത്തിന് വാക്യങ്ങളുണ്ടല്ലോ, ആരാധനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ അതിനൊക്കെ മറുപടി പറയുക? ആരാധന എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകത്തിനകത്ത് വിശദമായ പഠനങ്ങളുണ്ട്. ആ പഠനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോയില്ലെങ്കിൽ നമുക്ക് ഫലപ്രദമായി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയില്ല. ഈ കമൻ്റൊക്കെ എഴുതിയവർ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. ബഹുമാനനായ ഒരു വൈദികൻ നമ്മളോട് ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടിയാണ് പറയുന്നത്. അപ്പോൾ അത് വളരെ വിശദമായി കൃത്യതയോടെ പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ബോട്ടം ലെവലിലേക്ക് ഇറങ്ങി വന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ആ ആദ്യ ആഴ്ചയിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചു, ആരാധനയെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ ന്യായപ്രമാണ യുഗത്തിന് പിന്നിലേക്ക് പോയാൽ മനസാക്ഷി യുഗമുണ്ട്. ആ മനസാക്ഷി യുഗത്തിലുള്ള ഭക്തന്മാരൊക്കെ ചില കല്ലുകളൊക്കെ നാട്ടിക്കൊണ്ട് ദൈവസന്നിധിയിൽ യാഗം അർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പലവിധമായ നിലയിൽ അവർ യാഗം അർപ്പിച്ചുകൊണ്ട് കൃതജ്ഞത പ്രകടിപ്പിച്ചിട്ടുണ്ട് ദൈവസന്നിധിയിൽ. വ്യക്തമായ ആരാധനയെക്കുറിച്ചുള്ള ചട്ടങ്ങളൊന്നും അവർക്ക് ലഭിച്ചിരുന്നില്ല. അവരുടെ മനസ്സാക്ഷിയിലുള്ള ബോധ്യത്തിനനുസരിച്ച് അവർ ചെയ്തങ്ങനെ മുൻപോട്ട് വന്നു. എന്നാൽ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് മരുഭൂമി വഴിയായി മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ഹോരേബി വെച്ച് അവരുടെ നായകനായ മോശയെ പർവ്വതത്തിലേക്ക് ക്ഷണിച്ച് പർവ്വതത്തിൽ വെച്ച് പ്രമാണം കൈമാറുകയായിരുന്നു. അങ്ങനെയാണ് ഇസ്രായേലിനെ ഒരു ആരാധനക്കാരുടെ കൂട്ടം എന്ന നിലയിൽ നമ്മൾ പരിഗണിക്കുന്നത്. അതിൻ്റെ പിന്നിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അല്പം പിന്നിലേക്ക് ചിന്തിച്ചാൽ, ഫറവോയുടെ അടിമത്തത്തിൽ കിടക്കുന്ന ഈ ജനത്തെ മോശ കടന്നു ചെന്ന് ഫറവോയുമായി സംസാരിച്ച്, അതായത് ഡയലോഗുകൾ നടക്കുകയാണല്ലോ അവിടെ. ആ ഡയലോഗുകളുടെ തുടക്കം മുതൽ ഒടുക്കം വരെ മോശയ്ക്ക് പറയാനുള്ള കാര്യം എന്താ? യഹോവയായ ദൈവം കൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ ജനമായ ഇസ്രായേലിനെ വിട്ടയക്കാം. എന്തിനെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ എന്നെ ആരാധിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാനാണ് പറയുന്നത്. നോക്കണം, ഫറവോ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും അങ്ങനത്തെ കാര്യം കേൾക്കുന്നത്. ഫറവോയ്ക്കൊക്കെ അവിടെ ദേവീദേവന്മാർ ധാരാളമുണ്ട്, കൊട്ടക്കണക്കിനുണ്ട്, പല പരിപാടികളുണ്ടല്ലോ. കാള തന്നെ അവരുടെ ദൈവമായിട്ടിരിക്കുക. അപ്പോൾ അതിന് ആരാധന എന്നാണോ അവർ എന്താ പറയുന്നതെന്നും നമുക്കറിയില്ല. എന്തായാലും നമ്മൾ ഈ കാര്യം കേൾക്കുകയാണ്. മോശ വഴി ഫറവോയോട് പറഞ്ഞത്, എൻ്റെ ജനത്തെ വിട്ടയക്കുക, അവർ എന്നെ ആരാധിക്കണം. അങ്ങനെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, പെസഹായുടെ കാര്യം അറിയാം. പെസഹായും ചോരത്തലയും ആചരിച്ചുകൊണ്ട് പുറപ്പെടുന്നു, ചെങ്കടൽ കടക്കുന്നു, അതായത് റെഡ് സീ ക്രോസ് ചെയ്യുന്നു. അങ്ങനെ അവർ മരുഭൂമിയിലേക്ക് പ്രവേശിക്കുന്നു. മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ 1-2 പോയിന്റ്സ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷൻ വരികയാണ്. അതാണ്
ഹോരേബ് എന്ന് പറയുന്നത്. ആ ഹോരേബിൻ്റെ അടിവാരത്ത് ഇസ്രായേൽ പാളയമടിച്ച് നിൽക്കുകയാണ്, ക്യാമ്പ് ചെയ്യുകയാണ് അവിടെ. അപ്പോൾ അവിടെയാണ് മോശയെ പർവ്വതത്തിലേക്ക് വിളിക്കുന്നതും മോശയ്ക്ക് പ്രമാണം കൊടുക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെക്കുക ഞാൻ. എന്താ ഫറവോയോട് പറഞ്ഞത്? അപ്പം നമുക്കറിയാം മോശ ഫറവോയോട് പറഞ്ഞത്, എൻ്റെ ജനത്തെ വിട്ടയക്കുക, അവർ എന്നെ ആരാധിക്കേണ്ടതാകുന്നു. അതായത് അതിൻ്റെ ഒടുക്കം വന്നു കഴിഞ്ഞപ്പോൾ ഫറവോ പറയുകയാണ്, എന്താ നിങ്ങൾ പോയി ആരാധിച്ചിട്ട് വാ, സ്ത്രീകളും കുട്ടികളും ഇവിടെ നിൽക്കട്ടെ. അപ്പം മോശ പറഞ്ഞു, അങ്ങനെയല്ല, ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾ പരാധീനതകളൊക്കെ ആയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. എന്നാൽ ശരി, അങ്ങനെ ആകട്ടെ, നിങ്ങളുടെ ആടുമാട് നാൽക്കാലികളൊക്കെ ഇവിടെ നിൽക്കട്ടെ, ബാക്കി നിങ്ങളൊക്കെ പോയിട്ട് വാ. പോയിട്ട് വരുമല്ലോ, അതന്നെ ഒരു പോക്ക് പോകാനാണോ പ്ലാൻ? തിരിച്ചു വരുമല്ലോ. അപ്പോൾ മോശ പറയുകയാണ്, അങ്ങനെയല്ല, ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഏതിനാൽ എങ്ങനെ ആരാധിക്കുമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് ആടുമാട് നാൽക്കാലി എന്ന് വേണ്ട ഞങ്ങളുടേതായ എല്ലാമായിട്ട് പോകേണ്ടി വരും. അപ്പോൾ ആരാധന എന്താണെന്ന് ഞങ്ങൾക്ക് അത്ര സൂക്ഷ്മം അറിയില്ലെന്നേ. ആരാധന എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് അതിൻ്റെ വെളിപ്പാടിന് ലഭിക്കാൻ പോകുന്നേ ഉള്ളൂ. ഞങ്ങളും ഞങ്ങൾക്കുള്ളതെല്ലാം, അതാ ഞാൻ പറഞ്ഞത്, ആടുമാട് നാൽക്കാലി കോഴി എന്ന് വേണ്ട A to Z ഇതിനെ എല്ലാം ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതാണോ ആരാധന ഒന്നും അറിയില്ല. എന്തായാലും കേട്ട വാക്കിനെ പ്രതി മോശ ഫറവോയോട് പറഞ്ഞു ജനത്തെ വിട്ടയക്കുന്ന വിഷയം. ഒടുക്കം നമുക്കറിയാം, പെസഹായും ചോരത്തലി ആചരിച്ച് അവർ വിടുതൽ പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പ്രയാണം ചെയ്തു. ഈ പറഞ്ഞ ജങ്കടലും ക്രോസ് ചെയ്ത് ഹോരേബിന് അടിവാരത്തെത്തി. ഓക്കെ, ഹോരേബിന് അടിവാരത്തെത്തി. അവിടെ എത്തിക്കഴിഞ്ഞിട്ടോ ഫറവോയോട് മോശ എന്താ പറഞ്ഞത്? ജനത്തെ വിട്ടയക്കുക, ആരാധിക്കാനാന്ന്. എന്നാൽ ശരി, തുടങ്ങിക്കോ, ആരാധിച്ചോ. അപ്പം ചെങ്കടൽ കടന്നപ്പോൾ മിരിയാം തപ്പെടുത്ത് പാട്ട് പാടിയില്ലേ? അതാണോ ആരാധന? മിരിയാം തപ്പെടുത്ത് പാട്ട് പാടിയില്ലേ? കുതിരയും കുതിരപ്പുറത്തിരുന്നവനെയും ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞല്ലേ? തപ്പെടുത്ത് നൃത്തം ചെയ്ത് മോശയും കൂടി ആ കൂട്ടത്തിൽ, ഇസ്രായേലൊക്കെ കൂടി. ഭയങ്കര സംഭവമല്ലായിരുന്നു? ഭയാനകമായൊരു ന്യായവിധിയല്ലേ കണ്ണാലെ കണ്ടത്? തങ്ങളെ പീഡിപ്പിച്ച ഫറവോയെ ചെങ്കടലിൽ മുക്കിക്കൊന്നു. ഫറവോ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവരുടെ കുഞ്ഞുങ്ങളെ നൈൽ നദിയിലാണ് മുക്കിക്കൊന്നതെങ്കിൽ ഫറവോയെയും ഫറവോൻ്റെ അനുചരന്മാരെയും ചെങ്കടലിലാണ് മുക്കിക്കൊല്ലുന്നത്. അതായത് ന്യായവിധി നടത്തുന്നത്. ഒരു ഭയങ്കര ജഡ്ജ്മെൻ്റ് അല്ലേ അത്? ഭയാനകമായ ജഡ്ജ്മെൻറ്റ്. ഇസ്രായേൽ അതേസമയം ഉണങ്ങിയ നിലത്തുകൂടെ മറുകര വന്നു. ദൈവികമായ കരുതൽ അവർ അനുഭവിക്കുകയാണ്. അപ്പോൾ നന്ദി സൂചകമായി, സന്തോഷ സൂചകമായി, കൃതജ്ഞതയോടുകൂടി അവർ ദൈവസന്നിധിയിൽ പാട്ട് പാടുകയാണ്. പാട്ട് ആരെഴുതിയെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റൻ്റായിട്ട് പാട്ട് വരികയല്ലേ. തൽക്ഷണമുള്ള പാട്ടാണതൊക്കെ, തൽക്ഷണം ഉരുത്തിരിഞ്ഞു വന്ന പാട്ടുകളാണതൊക്കെ. കാരണം ദൈവിക നടത്തിപ്പിലല്ലേ അവർ, നടത്തിപ്പിൻ കീഴിലായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. അങ്ങനെ പാട്ടൊക്കെ പാടി പിന്നെയും മുൻപോട്ട് വരികയല്ലേ. ആദ്യം മാറായിലെത്തി, അവിടെ നിന്ന് എലീമിലെത്തി, എലീമിൽ നിന്ന് പിന്നെ റഫീദീമിലെത്തി, പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴാണ് ഹോരേബിലെത്തുന്നത്. അങ്ങനെ അവർ ഹോരേബിലെത്തിയിരിക്കുന്നു. ഇനി അങ്ങ് ആരാധിച്ചോ, ആരാധിക്കാനല്ലേ പോകുന്നത്. എന്താ താമസം? ഇപ്പം കുറേ ആൾക്കാർ നമ്മളോട് പറഞ്ഞ എന്താ, ജീവിതമാണ് ആരാധന കേട്ടോ, അങ്ങനെയാണെന്നാ. അപ്പോൾ അതിനെല്ലാം നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ. നിശ്ചയമായും ജീവിതം ഒരു ആരാധന തന്നെയാണ്. എന്നാൽ അതിന് വിവിധ വശങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ച പറയാത്ത ചില കാര്യങ്ങൾ ഈ ആഴ്ച പറയേണ്ടതുണ്ട്. ഇസ്രായേലുമായി കണക്ട് ചെയ്യാതെ ഈ വിഷയങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ല സഹോദരങ്ങളെ. കാരണം പുതുനിയമ ആരാധനയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ആഴം പഠിക്കാനായിട്ട് നമ്മൾ വരുമ്പോൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട, അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഹോരേബിൽ എത്തേണ്ടി വരുമെന്ന്. അവിടെ മുതൽ നമ്മൾ വിശദീകരിച്ച് എവിടെയാണ് വരുന്നത്? ശമരിയക്കാരിയോട് നമ്മുടെ കർത്താവ് പറഞ്ഞ വിഷയത്തിലേക്കാണ് വരുന്നത്. സത്യനമസ്കാരികൾ ആരാധിക്കുന്ന ആരാധന എങ്ങനെയെന്ന് ശ്രീമതി ശമരിയക്കാരി നിനക്കറിയാമോ? അതിൻ്റെ ആരാധന ഇങ്ങനെയായിരിക്കും എന്ന് അവളോട് പറഞ്ഞു. അതിലേക്കല്ലേ നമ്മൾ വന്ന് ഈ കാര്യങ്ങൾ കുറ്റിയടിക്കുന്നത്. പക്ഷേ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അങ്ങ് താഴേന്നാണ് തുടങ്ങുന്നത്. അതെന്തിനാണ് താഴേന്ന് തുടങ്ങുന്നത്? നമ്മൾ നേരെ ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചാൽ അതിനൊരു വാക്യം വായിക്കാം. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. 9, 10, 11 അധ്യായങ്ങൾ, ഈ 3 അധ്യായങ്ങളും ഇസ്രായേലുമായി കണക്ട് ചെയ്ത പല കാര്യങ്ങളുമാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. റോമിലുള്ള വിശുദ്ധന്മാരോട് പറയുമ്പോൾ
ഇസ്രായേലിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ആ 9-ാം അധ്യായം തുടങ്ങുന്നത്. അതായത് ഈ ഇസ്രായേലിനെ കുറിച്ച് തനിക്ക് വലിയ നോവുണ്ട്. താൻ യഹൂദന്മാരോടും അവരുടെ സമ്പ്രദായങ്ങൾക്കും എതിരെയൊക്കെ സംസാരിക്കുന്നു, പറയുന്നു എന്നുള്ളത് കൊണ്ട് പലരുടെയും ചിന്ത ഇയാൾ ചുമ്മാ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്ത് നടക്കുകയാണ്. യഹൂദന്മാരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ് ഇയാൾക്ക് ഹോബി. യഹൂദന്മാരോട് ഇയാൾക്ക് എന്തോ വെറുപ്പുണ്ട്, എന്തോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ആളുകൾ ചുമ്മാ അങ്ങ് ഇങ്ങനെ ചിന്തിച്ച് തലയിൽ കയറ്റി വെച്ചിരിക്കുക. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അതിൻ്റെ തുടക്ക സമയത്ത് തന്നെ പറയുന്നുണ്ട്, 2-ാം വാക്യത്തിലുണ്ട്, അതായത് എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. സത്യത്തിൽ ഈ വിശ്വാസി സമൂഹത്തിന് മനസ്സിലാകാത്തൊരു കാര്യമാണ്. അത് യഹൂദനാകട്ടെ ഇപ്പോഴത്തെ പെന്തക്കോസ്തുകാരാകട്ടെ എല്ലാം ശരിയാ. അതായത് ആരെങ്കിലും നമ്മളെ ശാസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ദൈവസ്നേഹത്തിലാണ് അവർ ചെയ്യുന്നത്. അതായത് ഒന്നും മിണ്ടാതെ നമ്മളുടെ എല്ലാ മണ്ടത്തരത്തിനും കൂട്ടു നിൽക്കുന്ന ഒരുത്തൻ, അവൻ കള്ളന് കഞ്ഞി വെച്ചവനുമാണ്. അത് വിശ്വാസികൾ തിരിച്ചറിയുന്നില്ല. നമ്മളെ കാണുമ്പോൾ അമ്മാമ്മേ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി പുള്ളികളുണ്ട്. അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഈ എന്താ പറയുക, ചെറിയ പതപ്പിച്ച് പോകുന്ന പാർട്ടികൾ. അതൊന്നും നന്നാക്കാൻ വേണ്ടി പതപ്പിക്കുന്നതല്ല. അതേസമയം നമ്മളോട് കരുതലുള്ളവർ നമ്മളെ കറക്റ്റ് ചെയ്യും, എപ്പോഴും കറക്റ്റ് ചെയ്യും. ഇസ്രായേൽ എന്ന് പറയുന്ന ആ സമൂഹത്തോടുള്ള പൗലോസിൻ്റെ ആ ഹൃദയത്തിലെ ആ വാഞ്ച എന്തെന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന ആ സമൂഹത്തോട് തനിക്ക് വലിയ കരുതലുണ്ട്, പക്ഷെ താൻ അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്റ്റേഫാനോസിൻ്റെ പ്രസംഗം കൺക്ലൂഡ് ചെയ്ത് എങ്ങനെയാണ്? ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്ത സമൂഹമേ എന്ന് പറഞ്ഞല്ലേ, അങ്ങനെ പറഞ്ഞല്ലേ. സ്റ്റേഫാനോസിന് ഇസ്രായേലിനോട് സ്നേഹമില്ലേ? സ്നേഹമില്ലെങ്കിൽ അങ്ങനെ പ്രസംഗിക്കാൻ പറ്റുമോ? അങ്ങനെ പ്രസംഗിക്കുന്നു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചു പറയുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളെന്താ മനസ്സിലാക്കുന്നത്? അദ്ദേഹത്തിന് വലിയ സ്നേഹം ഈ ഒരു സമൂഹത്തോടുണ്ടെന്നല്ലേ, വലിയ സ്നേഹം ഉണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പൗലോസ് ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഓർമ്മിപ്പിക്കുക. റോമാലേഖനമൊക്കെ എഴുതുന്ന ആ ഒരു കാലമുണ്ട്, ഏകദേശം AD 59 പരിസരമാണ്. അപ്പം അതിനെ ഒത്തിരി വർഷം മുമ്പല്ലേ താൻ വിശ്വാസ വഴിയിലേക്ക് കടന്നു വന്നത്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് വിശ്വാസ വഴിയിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ഇത്രയും വർഷങ്ങൾ കൊണ്ട് തൻ്റെ ശുശ്രൂഷയും തൻ്റെ പ്രഭാഷണങ്ങളും ഒക്കെ ഒരുപറ്റം ആളുകളിൽ ചലനങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഒരുപറ്റം ആളുകൾ ധരിച്ചു വശായിരിക്കുന്നത് ഇയാൾ വായി തുറന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യും, അല്ലെങ്കിൽ വിമർശിക്കും. യഹൂദ സമൂഹത്തിനെതിരെയാണ് ഇദ്ദേഹം ശരിക്കും ഒരു റിബല് പോലെയാണ് എന്നൊക്കെയാണ് അവർ ധരിച്ചിരിക്കുന്നത്. എന്നാൽ അതിനൊരു തിരുത്താണ് പൗലോസ് കൊടുക്കുന്നത്, ഒരു തിരുത്താണ് കൊടുക്കുന്നത്. ഇസ്രായേലിനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഇസ്രായേലിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. എന്നിട്ട് തനിക്ക് കാര്യം പറയാനുണ്ട്. പുതിയ നിയമ ക്രിസ്ത്യാനിത്വത്തിൻ്റെ മഹത്വമാണ് തനിക്ക് ഊന്നേണ്ടത്. എന്നാൽ ഇസ്രായേലിയരെ തിരഞ്ഞെടുത്ത കാര്യങ്ങളാണ് താഴെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അതാണ് 4-5 വാക്യങ്ങളിലൂടെ നമ്മൾ കണ്ടത്. അതായത് ഈ മുഴു ലോകത്തെ എടുത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ജനവർഗം എന്ന നിലയിൽ ഇസ്രായേലിനെ വിളിച്ച് വേർതിരിക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്നൊരു ജനവർഗം. ആ ജനവർഗത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്, അവർ ഇസ്രായേലിയർ. അവർക്ക് എന്തൊക്കെയാണ് ലഭിച്ചത്? പുത്രത്വം, തേജസ്സും, നിയമങ്ങളും, ന്യായപ്രമാണവും, പിന്നെ എന്താ? ആരാധനയുടെ ചട്ടവും പ്രമാണവും ആർക്കാ ലഭിച്ചത്? കൊടുത്തത് ആരാ? നമ്മൾ സേവിക്കുന്ന വലിയവനായ ദൈവമല്ലേ? ആ ദൈവം അവർക്കാണ് ചട്ടവും പ്രമാണവും കൊടുത്തത്. അവർക്ക് ആ ചട്ടവും പ്രമാണവും കൊടുത്ത് അതിൽ പല കാര്യങ്ങളും സ്പിരിച്വലായിട്ട് നമ്മൾ എടുക്കും. അതിൻ്റെ എല്ലാ വശങ്ങളും ലിറ്ററലായിട്ടല്ല എടുക്കുന്നത്, സ്പിരിച്വലായിട്ട് നമ്മൾ എടുക്കും. നമ്മളത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളുകളാണ്. എന്നാൽ ഈ പുതിയ നിയമം മാത്രം മതി എന്ന് പറഞ്ഞ് ഘോര യുദ്ധം ചെയ്യാൻ വരുന്നവർക്കൊന്നും ഇതിൻ്റെ ഡെപ്ത് അറിയില്ല. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു സമയത്ത് മല്ല് പിടിക്കാമെന്ന് മാത്രം. പുതിയ നിയമം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഈ രണ്ടും ചേർത്ത് വെച്ചല്ലാതെ നമുക്ക് ഈ പഴയ നിയമം പുതിയ നിയമം ഒക്കെ ചേർത്ത് വെച്ചല്ലാതെ നമുക്ക് ക്രിസ്ത്യാനിറ്റി അതിൻ്റെ ഡെപ്തിൽ കൊണ്ടുവരാൻ കഴിയില്ല. നോക്കണം, ഇവിടെ റോമിലുള്ള വിശുദ്ധന്മാരോട് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രം എന്തിനാണ് പൗലോസ് പറഞ്ഞത്? കാരണം തൻ്റെ ഓഡിയൻസിൽ ഇസ്രായേലിലുണ്ട്, ജാതികളുമുണ്ട്. ജാതികളും കേൾക്കേണ്ട കാര്യമാണ്. ഇസ്രായേലിൽ ആരാണെന്ന് മനസ്സിലാക്കണം. അവർ ദൈവത്താൽ വിളിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൻ്റെ കണ്ണിന്ന് പാർഷ്യലി ബ്ലൈൻഡഡ് ആണ്, കണ്ണടഞ്ഞിരിക്കുക എന്നാണ് അടുത്ത ചാപ്റ്ററിലേക്ക് വരുമ്പോൾ കാണുന്നത്.
ഇസ്രായേലിൻ്റെ കണ്ണേ. അപ്പോൾ ഈ റോമാലേഖനം വായിക്കുന്ന ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി അഥവാ ജെൻറ്റൈൽസിനിടയിൽ നിന്ന് വന്നിട്ടുള്ള ഒരുവൻ ഒരു നടുക്കം നടുങ്ങണം. ഇസ്രായേലിരുന്ന് പറയുന്നവർ നമ്മുടെ ചുറ്റും കാണുന്ന അസംഖ്യം ജനവർഗം, വിവിധ വംശങ്ങൾ, ജാതികൾ, അവരുടെ നടുവിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത് വേർതിരിച്ച ഒരു സമൂഹമാണ്. പക്ഷേ നോക്കണം, അവിടെ കണ്ണടഞ്ഞിരിക്കുകയെന്ന്. അവർക്ക് എന്തൊക്കെയാണ് ലഭിച്ചത്? പുത്രത്വം, തേജസ്സും, നിയമങ്ങളും, പ്രമാണവും, വാക്തത്വങ്ങളും, പോരാത്തതിന് ആരാധനയുടെ ഗൗരവം അവർക്കാണ് ലഭിച്ചത്. ഇതൊന്നും അറബികൾക്കോ മറ്റുള്ളവർക്കോ ഒന്നുമല്ല ലഭിച്ചത്, ഇസ്രായേലിയർക്കാണ് ലഭിച്ചത്. അല്ലേ? അബ്രഹാമിന് മക്കൾ ഒത്തിരി ഉണ്ടല്ലോ. അബ്രഹാമിൻ്റെ മകനല്ലേ ഇസ്മായിൽ? ഇസ്മായിലിൽ നിന്ന് 12 പ്രഭുക്കന്മാരില്ലേ? അബ്രഹാമിൻ്റെ വെപ്പാട്ടിയായ കെത്തൂറയിൽ നിന്ന് 6 മക്കളുണ്ടല്ലോ. അവർ 6 പ്രഭുക്കന്മാരല്ലേ? ഇവർക്കൊന്നും വെളിപ്പെടാത്ത മർമ്മങ്ങളല്ലേ, അല്ലെങ്കിൽ ഇവർക്കൊന്നും ലഭിക്കാത്ത ഉന്നതമായ പദവിയാണ്, അങ്ങനെ പറയാം നമുക്ക്. ഇവർക്കൊന്നും ലഭിക്കാത്ത ഉന്നതമായ പദവിയാണ് ഇസ്രായേലിന് ലഭിച്ചത്. ഇസഹാക്കിൽ നിന്നുള്ളവനാണ് വാക്തത്വ സന്തതി. വാക്തത്വം ഇസഹാക്കിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. അതിൻ്റെ ഫ്ലോ എങ്ങനെയാണ്? ഇസഹാക്കിലൂടെയാണ് അത് ഫ്ലോ ചെയ്യുന്നത്. അത് തലമുറ കൈമാറി ഇതേ ഈ പീരീഡിൽ ഇപ്പോൾ, അതായത് മോശ ഈ ജനത്തെ വിടുവിച്ചു കൊണ്ടുവരുന്ന ആ ഒരു പീരീഡിൽ അത് ഇസ്രായേലിലേക്ക് വരികയാണ്. കാലങ്ങൾക്ക് ശേഷം പൗലോസ് അത് എടുത്തെഴുതുകയാണ്. നോക്കുക, ഇസ്രായേലിൽ നിന്നുള്ള ഫ്ലോ അത് മോശ വഴി വിടുവിച്ചുകൊണ്ട് വരുമ്പോൾ അവർക്ക് ലഭിക്കപ്പെട്ട കാര്യങ്ങൾ, ആ മഹിമകളെക്കുറിച്ചെല്ലാം പറയാണ്. ഇതെല്ലാം പറഞ്ഞിട്ടാ പറയുന്നത്, എന്നാലും അവരുടെ കണ്ണടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് ആരാ കേൾക്കുന്നത്? കണ്ണ് തുറന്നവനാണ് കേൾക്കുന്നത്. അപ്പോൾ അവൻ എന്ത് ചെയ്യണം? അവൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയണം. വേണോ വേണ്ടയോ? അത് പറയാനല്ല ഞാൻ ഈ ചാപ്റ്റർ തുറന്നത്. ഞാൻ ജസ്റ്റ് ഇസ്രായേലിനാണ് ആരാധനയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ ലഭിച്ചതെന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കുക. നിങ്ങൾക്കറിയാവുന്ന വാക്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമുക്ക് പൊതുവായി പ്രസംഗിച്ച് പോകുമ്പോൾ ഈ കാര്യം പറയാതെ തരവില്ല. എന്തിന് നിങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയോ ചുട്ട മറുപടിയോ എങ്ങനെ വേണമെങ്കിലും കൂട്ടിക്കോ. ആരാധനയെക്കുറിച്ചുള്ള ഐഡിയ അവിടെയല്ലേ ലഭിക്കുന്നത്. പിന്നീട് ഈ ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, യാഗാർപ്പണമാണ് ആരാധനയെന്ന്. അത് ഈ വിഷയത്തിൻ്റെ ഗൗരവം അറിയാത്തതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്. യാഗാർപ്പണവും ധൂപാർപ്പണവും കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ഇത് രണ്ടും കണക്റ്റഡാണ്. പ്രാകാരത്തിലിരിക്കുന്ന ബലിപീഠവും വിശുദ്ധ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ സുഗന്ധ ധൂപവർഗം അർപ്പിക്കുന്ന ധൂപപീഠവും അവിടെയുണ്ട്. ഇത് രണ്ടും ചേർത്ത് വെച്ച് പഠിക്കണം. അപ്പോൾ യാഗത്തിൽ നിന്നാണ് ധൂപത്തിലേക്ക് പോകുന്നത്. യാഗത്തിൻ്റെ പരിസമാപ്തിയാണ് ധൂപം എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ പറഞ്ഞത്? യാഗാർപ്പണത്തിൽ ആരംഭിച്ച് ധൂപാർപ്പണത്തിൽ എത്തുമെന്ന്. യാഗാർപ്പണത്തിൽ ആരംഭിച്ച് ധൂപാർപ്പണത്തിൽ അവസാനിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിനോട് ചേർത്ത് നമ്മളൊരു 5-6 വാക്യങ്ങൾ പറഞ്ഞു. പുതിയ നിയമത്തിലെ ബലികൾ ഏതെല്ലാം വിധത്തിലാണെന്നുള്ളത്. അങ്ങനെ ഒരു 3-4 വാക്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഏതെല്ലാം ബലികളാണ് പുതിയ നിയമത്തിലുള്ളതെന്ന്. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒടുക്കം പറഞ്ഞു, പുതിയ നിയമത്തിലൊരു സീരിയസ് ആയ ബലിയർപ്പണമാണ് അധരഫലം എന്ന സ്തോത്രബലി അഥവാ സ്തോത്രയാഗം അർപ്പിക്കുക. അപ്പം നമ്മൾ പറഞ്ഞു, ആരാധനയോടുള്ള ബന്ധത്തിൽ സ്തോത്രയാഗത്തിൽ ആരംഭിച്ച് അങ്ങനെ ധ്യാനത്തെങ്കിൽ തീ കത്തും, അപ്പോൾ നാവിടത്ത് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു. അതിന് മുൻപുള്ള ആഴ്ചയിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ജീവിതം ഒരു ആരാധനയായിരിക്കും, ബലിപീഠത്തിലാണ് ജീവിതം എന്നൊക്കെ നമ്മൾ ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞു. ഇന്ന് ഞാനൊരു പിക്ചർ നിങ്ങളെ കാണിക്കുകയാണ്. ഇത് നമുക്ക് ചിരപരിചിതമായ പിക്ചറാണ്. ഇത് ടാബർനാക്കലിൻ്റെ പിക്ചറാണ്. ഈ വാതിൽ തുറന്ന് കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് യാഗപീഠമാണ്. ആ യാഗപീഠത്തിൽ യാഗം അർപ്പിച്ചുകൊണ്ടാണ് പുരോഹിതൻ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ധൂപപീഠത്തിൽ പോയി ധൂപം അർപ്പിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് മറ്റൊരു കാര്യം കൊണ്ടുവരികയാണ്. ഈ പ്രാകാരത്തിലിരിക്കുന്ന വാതിൽ തുറന്ന് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ബലിപീഠം, ആ ബലിപീഠം ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഈ പിക്ചർ കാണിച്ച് എന്താ പഠിപ്പിക്കാനുള്ളത്? ആ ബലിപീഠം കാണിക്കുന്നത് സമ്പൂർണമായ നമ്മുടെ സമർപ്പണത്തെയാണ്. നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് സമ്പൂർണമായും ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടതാണ്. അല്ലേ? സമ്പൂർണമായും ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടതാകുന്നു. ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ, ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ സമർപ്പിതനായിരിക്കണമെന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഈ പിക്ചർ കാണിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മളെ ഒരു ആരാധനക്കാരായിട്ടാണല്ലോ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ വിളിയിൽ പല കാര്യങ്ങളും ഉണ്ട്. അതിലൊരു കാര്യമാണ്
നാം പുതിയ നിയമത്തിൻ്റെ ആരാധനക്കാരുമാണ്. ഫറവോയോട് മോശ പറഞ്ഞ എന്താ? എൻ്റെ ജനത്തെ വിട്ടയക്കുക, അവർ എന്നെ ആരാധിക്കേണ്ടതാകുന്നു. അവർ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ പുറപ്പെട്ടു വന്നത്. അതേസമയം പിന്നത്തേതിൽ നമ്മൾ കാണുന്നത് എന്താ? വാഗ്ദത്ത ഭൂമി പിടിച്ചടക്കി ആ വാഗ്ദത്ത ഭൂമിയിൽ കൃഷി ചെയ്ത്, അതുപോലെ ആ വാഗ്ദത്ത ഭൂമിയിൽ അവർ പാർത്തുകൊണ്ട് രാജകീയ അധികാരത്തോടുകൂടി, പൗരോഹിത്യ അധികാരത്തോടു കൂടിയൊക്കെ അവർ വാർക്കുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഫറവോയോട് പറഞ്ഞപ്പോൾ ജനറലായിട്ടാണ് പറഞ്ഞത്, എൻ്റെ ജനത്തെ വിട്ടയക്കുക, അവരെന്നെ ആരാധിക്കണമെന്ന്. അപ്പോൾ ഒരു കാര്യം മാത്രമല്ല, അനുബന്ധമായി പല കാര്യങ്ങളും ഉണ്ടല്ലോ. ഇസ്രായേൽ എന്ന് പറയുന്ന വാഴുന്നൊരു സമൂഹമല്ലേ, അധികാരസ്ഥരായൊരു സമൂഹമല്ലേ. അതുപോലെ നമ്മുടെ വിളിയിൽ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. ആദമിനെ സൃഷ്ടിച്ചിട്ട് ആദമിനോട് എന്താ പറഞ്ഞത്? ഈ പറയപ്പെട്ട കാര്യങ്ങളിലെല്ലാം വാഴുവാൻ നിന്നെ ആക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്, വാഴുവാൻ. അതുപോലെ തന്നെയാണ് ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചവൻ വാഴുവാൻ വിളിക്കപ്പെട്ടവനാണ്. അവൻ മഹിമയിൽ വസിച്ചുകൊണ്ട് വാഴണം. ഇപ്പോൾ തന്നെ അവൻ ആത്മീയ അധികാരത്തിൽ മുൻപോട്ട് പോകണം. പിന്നത്തേതിൽ വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ ആ അധികാരത്തിൻ്റെ പൂർണ്ണത അവൻ അനുഭവിക്കാൻ പോവുകയാണ്. അതിൻ്റെ സാമ്പിൾ ഇപ്പോൾ അനുഭവിച്ച് തുടങ്ങുന്നു, പിന്നത്തേതിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തും. അതാണ് അതിൻ്റെ ഒരു രീതി. എന്നാൽ ജനറലായിട്ട് പറയുമ്പോൾ നമ്മളെ ആരാധനക്കാരായിട്ട് വിളിച്ചിരിക്കുന്നു. നമ്മുടെ ടോപ്പിക്ക് ഇപ്പോൾ അതാണല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് യേശുക്രിസ്തുവിനെ ഫോക്കസ് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് നിങ്ങളുടെ പാട്ടാണോ ആരാധനയെന്നും ഒക്കെ ചോദ്യം വന്നു. അപ്പോൾ അതിന് മറുപടി നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. വളരെ സമൃദ്ധമായ മറുപടികളാണ്, ആഴമേറിയ വെളിപ്പാടുകളാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ഇതൊന്നും ചുങ്ക സെമിനാരിയിലോ പരിമല സെമിനാരിയിലോ ഒന്നും പറയുന്ന കാര്യങ്ങളല്ല. അവിടെയൊക്കെ പറയുന്ന വേറെ സഭാപിതാക്കന്മാരുടെ കാര്യങ്ങളോ മറ്റ് കാര്യങ്ങളോ ഫിലോസഫിയോ അങ്ങനെ മറ്റ് പല കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും പറയുന്നത്. നമ്മളിത് ദൈവവചനത്തിൻ്റെ ഡെപ്തിൽ നിന്നുകൊണ്ടല്ലേ സംസാരിക്കുന്നത്. വചനത്തിൻ്റെ ഡെപ്തിൽ നിന്നുകൊണ്ട് ആരാധന എന്നൊരു വിഷയത്തിൻ്റെ ആഴത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് ഈ വാതിൽ തുറന്ന് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് പ്രാകാരത്തിലിരിക്കുന്ന ബലിപീഠമാണ്. ആ ബലിപീഠം ഡിമാൻഡ് ചെയ്യുന്ന എന്താ? നമ്മോട് ഒരു സമർപ്പണാനുഭവത്തിലേക്ക് വരുവാനാണ് പറയുന്നത്. സമർപ്പണാനുഭവത്തിലേക്ക് വന്ന ഒരുവന് മാത്രമേ ഹോളി പ്ലേസിൽ ധൂപപീഠത്തിൽ ധൂപം അർപ്പിക്കാൻ അനുവാദമുള്ളൂ, അല്ലേ? അപ്പോൾ ആരാധനക്കാരോടുള്ള ബന്ധത്തിൽ അതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് എന്താ? ആദ്യ പടി എന്ന് പറയുന്നത് വാതിൽ തുറന്ന് കയറി വരുമ്പോൾ കാണുന്ന ബലിപീഠം. അവിടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടല്ലോ. ആരാധനക്കാരൻ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അതിന് ചില ചട്ടങ്ങളും ചില ക്രമങ്ങളും ഒക്കെയുണ്ട്. ഇസ്രായേൽ ചെങ്കടൽ കടന്നു വന്നപ്പോൾ മിരിയാമിൻ്റെ നേതൃത്വത്തിൽ തപ്പെടുത്ത് പാട്ട് പാടുക മാത്രമേ ചെയ്തുള്ളൂ. ഇതൊക്കെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്, അത്ര ഹാർഡായ കാര്യമൊന്നുമല്ല. നിങ്ങളുടെ ആത്മമണ്ഡലം ഒന്ന് വികസിച്ചാൽ മതി, കാര്യം മനസ്സിലാവും. ഞാൻ 2 പോയിന്റ് നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. പോയിന്റ് എന്ന് വെച്ചാൽ എന്താ പോയിന്റ്? 2 പ്രധാനപ്പെട്ട പ്ലേസ്. ഒന്ന്, ചെങ്കടൽ കിടക്കുമ്പോൾ ആദ്യത്തെ സ്ഥലം മാറ. ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലേക്ക് കാലെടുത്ത് വെച്ചു. അവിടെയാണല്ലോ ഫറവോയുടെ മേലുള്ള ജഡ്ജ്മെൻറ്റ് കണ്ടത്. അപ്പോഴാണല്ലോ അവർ പാട്ട് പാടുന്നത് മിരിയാമിൻ്റെ നേതൃത്വത്തിൽ. അത് പാട്ട് മാത്രമാണെന്നേ. പാട്ട് പാടിയപ്പോൾ സബാഷ് മോശേ, നിങ്ങളെ വിളിച്ചിറക്കിയത് എൻ്റെ സന്നിധിയിൽ പാട്ട് പാടാനാണ്, ഇനിയും പാട്ടുകൾ പാടിക്കോളൂ, അങ്ങനെയാണോ പറഞ്ഞത്? പാട്ട് പാടാനാണോ വിളിച്ചിറക്കിയത്? പാട്ടാണോ ആരാധന? ഇവിടെ തന്നെ ഉത്തരവില്ലേ നിങ്ങൾക്ക്? ചിന്തിക്കുക സഹോദരങ്ങളെ, വർക്ക് ചെയ്യട്ടെ. അവിടെ പാട്ട് പാടി കഴിഞ്ഞിട്ടും കാര്യങ്ങളൊന്നും പൂർണ്ണതയിലെത്തിയിട്ടില്ലല്ലോ. പിന്നീട് അവർ മുൻപോട്ട് പോവുകയല്ലേ. അടുത്ത് എലീമിലേക്ക് വരുന്നു, അവിടുന്ന് റഫീദീമിലേക്ക് വരുന്നു, അവിടുന്ന് ഹോരേബിലേക്ക് വരുന്നു. ഹോരേബിലേക്ക് വരുമ്പോൾ താഴ്വരെ നിൽക്കുന്ന മോശയോട് പർവ്വതത്തിൻ്റെ ഉച്ചത്തിലേക്ക് കയറി വരാൻ അല്ലല്ലോ, താഴ്വരയിൽ നിൽക്കുന്ന മോശയോട് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വരുവാനല്ലേ പറയുന്നത്. താഴ്വരയിൽ നിൽക്കുന്ന മോശയോട് ആ താഴ്വരയിൽ തന്നെ ദൈവത്തിന് ഈ കാര്യങ്ങളെ കൈമാറാവുന്നേ ഉള്ളൂ. എൻ്റെ ചിന്തയിൽ വേണേ കൈമാറാം, മറ്റാരും കാണാതെ കൈമാറിയാൽ മതിയല്ലോ. എല്ലാവർക്കും ഒരു ഗാഢനിദ്ര കൊടുത്തിട്ട് ചകലിനെ അങ്ങ് ഉറങ്ങട്ടെ, ഒരു ചെറിയ അനസ്തീഷ്യ. മോശയ്ക്ക് മാത്രം ഉറക്കം കൊടുത്തില്ല, എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ മോശയ്ക്ക് അങ്ങ് കൊടുത്തു. വെറുതെ എന്തിനാ പാവത്തെയും മലയുടെ മുകളിലേക്ക് കയറ്റുന്നത്? വെറുതെ കയറ്റിയതാണോ? അതൊക്കെ വരുംകാലത്തേക്കുള്ള ചില സ്റ്റെപ്പുകളല്ലേ ആ കയറിപ്പോയത്. മോശ എങ്ങോട്ടാണ് കയറിയത്? ഉയരത്തിലേക്കാണ് കയറിയത്. എന്തിനാ? ആരാധനയെക്കുറിച്ചുള്ള ദൈവികമായ ആലോചന ഏറ്റുവാങ്ങാനാണ്. ആരാധന എന്ന് പറയുമ്പോൾ അത് ആരാധനയിൽ മാത്രം ഒതുങ്ങുകയല്ലോ, ആരാധനയ്ക്കുള്ള ചിട്ടവട്ടങ്ങൾ. ഇവിടെയാണ് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്.
ഓടിച്ചു പറഞ്ഞു വിടാം. സമയം പോയി എന്നറിയാം, അതുകൊണ്ട് ഓടിച്ചു പറഞ്ഞു വിടാം. അവിടെ നമ്മൾ കാണുന്നത്, എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു. അതിൻ്റെ ശരിയായ ഭാഷയിൽ വായിക്കുമ്പോൾ, എന്നാൽ ആദ്യ ഉടമ്പടിയിൽ ആരാധനയ്ക്ക് വിശേഷപ്പെട്ട ചട്ടങ്ങളും ലിറ്ററലായിട്ടുള്ള ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടായിരുന്നു. ലിറ്ററലായിട്ടുള്ള ആക്ഷരികമായിട്ടുള്ളൊരു കൂടാരം ഉണ്ടായിരുന്നു. അതാണ് ആ കാണുന്നത് ആദ്യ ഉടമ്പടിയിലെ ആരാധനയ്ക്ക്. അതായത് ഇസ്രായേലിന് പഴയ ഉടമ്പടി പ്രകാരം കൊടുത്ത ആ ആരാധനയിലെ ചട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ഒരു രൂപരേഖയാണ് പറയുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? ഒരു കൂടാരം ചമച്ചു. അതാണ് നമ്മൾ പറയുന്നത് ടാബർനാക്കിൾ. അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതായത് ഹോളി പ്ലേസിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതായത് തിരശ്ശീലയ്ക്ക് അപ്പുറമുള്ള സ്ഥലത്തെ മോസ്റ്റ് ഹോളി പ്ലേസ് എന്ന് വിളിക്കുമായിരുന്നെന്ന്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപെട്ടകവും അതിനകത്ത് തന്നെ മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പനകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിൻ്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ മുഴുവനായിട്ട് വിവരിക്കാൻ കഴിയില്ലെന്നാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. ഞാനും അങ്ങനെ തന്നെ പറയുന്നു. അതൊന്നും ഇവിടെ മുഴുവനായിട്ട് പറയാനായിട്ട് സാധ്യമല്ല. കാരണം ഈ വിഷയങ്ങളെല്ലാം നമ്മൾ 2 വർഷം എടുത്താണ് ധ്യാനിച്ചത്. കുറഞ്ഞത് 2 വർഷത്തിൻ്റെ പരിസരത്താണ് നമ്മളിതിൻ്റെ പ്രാകാരം മുതൽ എന്താ പറയുക മോസ്റ്റ് ഹോളി പ്ലേസ് വരെ സഞ്ചരിച്ചത്. അതിനിടയിൽ നമ്മൾ ആ ക്യാമ്പും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. അതൊക്കെ ശരിയാണ്. എന്നാൽ ഇവിടെ അടുത്ത വാക്യത്തിൽ കാണുന്നത്, ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതൻ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിവരിച്ചിട്ട് പറയാണ് പുരോഹിതൻ നിത്യം മുൻകൂടാരത്തിൽ. അതായത് പുരോഹിതൻ നിത്യം മുൻകൂടാരത്തിൽ എന്ന് പറഞ്ഞാൽ കൂടാരത്തിൻ്റെ ആദ്യ ഭാഗം. അതായത് പ്രാകാരം കൂടാരത്തിൻ്റെ ഭാഗത്തിൽ വരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറയുന്നത്. കൂടാരം എന്ന് പറയുന്നത് ഹോളി പ്ലേസും മോസ്റ്റ് ഹോളി പ്ലേസും അടങ്ങുന്ന അതിനെയാണ് കൂടാരം എന്ന് വിളിക്കുന്നത്. ടെൻറ്റ് കൂടാരം എന്ന് വിളിക്കുന്നത്. അതാണ് 2 ഭാഗമായിട്ടിരിക്കുന്നത്. ആദ്യ ഭാഗം വിശുദ്ധ സ്ഥലം. അവിടെ പുരോഹിതൻ നിത്യം ശുശ്രൂഷ കഴിക്കുമെന്നാണ് വായിക്കുന്നത്. രണ്ടാമത്തതിൽ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും, രക്തം കൂടാതെയല്ല. അത് അവൻ തൻ്റെയും ജനത്തിൻ്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ബാക്കി നിങ്ങൾ വായിച്ചുകൊള്ളുക. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ആദ്യ ഭാഗത്ത്, അതായത് ഹോളി പ്ലേസ് അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ യഹോവയുടെ സന്നിധി എന്നൊക്കെ പറയും. ആ മുൻകൂടാരത്തിൽ പുരോഹിതൻ നിത്യം ശുശ്രൂഷിക്കുന്ന കാര്യമാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ആ കാര്യമാണ് നമ്മളും പറഞ്ഞത്. അത് കേട്ടവർക്ക് മനസ്സിലായില്ല, പലർക്കും പിടികിട്ടിയില്ല. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? യാഗം അർപ്പിക്കുന്നതാണ് ആരാധനയെന്ന്. ആ സെയിം കാര്യം തന്നെയാണ് എപ്പിസ്കോപ്പൽ സമൂഹത്തിൻ്റെ തലയ്ക്കകത്തും കയറിയിരിക്കുന്നത്. നമ്മളിതൊക്കെ പറയുമ്പോൾ ഉഗ്രരൂപത്തോടെ അവർ വരും, ചാടി വീഴും. ഞങ്ങളുടെ കുർബാനയാണ് ആരാധന എന്ന് പറഞ്ഞ്. ഞാനതിന് നേരത്തെ പറഞ്ഞു, ഒരു മന്ദസ്മിതം കൊണ്ടാണ് ഞങ്ങളതിനെ നേരിടാൻ പോകുന്നതെന്ന്. അതായത് വലിയ ചിരിയൊക്കെ വരുന്നുണ്ടെങ്കിലും ഒരു മന്ദസ്മിതത്തിൽ ഒതുക്കാം. അവരുടെ കുർബാന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വേറെ ഭാഷയാണ്. മലയാളത്തിലങ്ങ് പറഞ്ഞു, ഞങ്ങൾ അർപ്പിക്കുന്ന ബലിയാണ് ഞങ്ങളുടെ ആരാധനയെന്ന് അങ്ങനെ പറഞ്ഞാൽ പോരെ. കുർബാന എന്ന് പറയുമ്പോൾ അതൊരു ലത്തീൻ വാക്കോ മറ്റോ. അതെന്തു സംഭവമാണെന്ന് ആളുകൾ വിചാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ അതിനൊരു സൂചന തന്നു. ഈ കുർബാന പുരോഹിതനല്ലേ അർപ്പിക്കുന്നത്. ആ കുർബാനയിലൂടെ നുറുക്കുന്ന അപ്പം, അതുപോലെ കുടിക്കുന്ന വീഞ്ഞ്, അതെല്ലാം യേശുക്രിസ്തുവിനെ റെപ്രസെൻ്റ് ചെയ്താണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവരവിടെ ബലി അർപ്പിക്കുമ്പോൾ ആരെയാണ് ബലി അർപ്പിക്കുന്നത്? യേശുക്രിസ്തുവിനെ തന്നെയാണ് ബലി അർപ്പിക്കുന്നത്. പക്ഷേ റോമാലേഖനത്തിലാകട്ടെ എബ്രായ ലേഖനത്തിലാകട്ടെ പല ലേഖനങ്ങളിലാകട്ടെ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് യേശുക്രിസ്തു ഇന്ന് പിതാവിൻ്റെ വലഭാഗത്ത് റൈറ്റ് സൈഡിൽ അധികാരസ്ഥനായിട്ടിരിക്കുകയാണ്. അങ്ങനെ മഹിമയിൽ വസിക്കുന്ന ക്രിസ്തുവിനെ ദിവസേന ഇവർ ക്രൂശിക്കുകയാണ്. അതല്ലേ കുർബാനയിൽ ചെയ്യുന്നത്. അപ്പോൾ പെന്തിക്കോസ്തുകാരായ നിങ്ങളോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒരിക്കലും ആ ഒരു രീതിയിൽ കുർബാന അർപ്പിക്കുന്നില്ല. അതായത് യേശുക്രിസ്തുവിനെ കുർബാനയായിട്ട് ഇനി ഞങ്ങൾ അർപ്പിക്കുന്നില്ല. പകരം യേശുക്രിസ്തു അർപ്പിച്ച കുർബാന അഥവാ ബലി, അതിൻ്റെ സ്മരണയ്ക്ക് ഞങ്ങൾ തിരുമേശയുടെ മുമ്പാകെ ഒത്തുകൂടും. അങ്ങനെ കർത്തൃമേശയുടെ മുമ്പാകെ മാത്രമല്ലെന്ന് എപ്പോൾ കൂടിയാലും ആ തിരുബലി മുമ്പിലുണ്ട്. ക്രൂശ് മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഒരുമിച്ച് കൂടുന്നത്. ക്രൂശിനെ മുൻനിർത്തിക്കൊണ്ടല്ലേ എല്ലാ പ്രസംഗങ്ങളും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ അർപ്പിക്കുന്ന ബലി എന്ന് പറയുന്നത്, അതായത് രക്ഷാനിർണയം പ്രാപിച്ച് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ
അടുത്തപടി വിശ്വാസ സ്നാനത്തിന് ഇറങ്ങുമ്പോൾ ഞങ്ങളെ തന്നെ ഒരു ബലിയായിട്ട് അർപ്പിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? നിങ്ങളുടെ കൊച്ചിനെ 56-ാം ദിവസം നിങ്ങളൊരു ബലിയായിട്ടാണോ അർപ്പിക്കുന്നത്? അങ്ങനെ ഒരു ടീച്ചിങ് ഉണ്ടോ നിങ്ങൾക്ക്? കൊച്ചിനെ നിങ്ങൾ മാമോദീസ മുക്കുന്നു, റൈറ്റ്, കൊള്ളാം, തിരക്കേടില്ല. അപ്പോൾ ഈ പറഞ്ഞ ടീച്ചിങ്ങൊക്കെ കൊച്ചിൻ്റെ കാര്യത്തിൽ ബാധകമാകുമോ? കൊച്ചിനെ നിങ്ങൾ ബലിയായിട്ടാണോ അർപ്പിക്കുന്നത്? ബലിയായിട്ടാണ് അർപ്പിക്കുന്നതെങ്കിൽ കൊച്ച് ബലിപീഠത്തിൽ തന്നെ ആ ഒരു അനുഭവത്തിൽ, സമർപ്പിതാനുഭവത്തിലായിരിക്കണം. കൊച്ചിനെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരണം. കൊച്ച് ബാറ് നടത്താനോ ബാറിൽ സപ്ലയർ ആകാനോ ബാറിൽ സോമരസം കുടിക്കാനോ ഒന്നും പോകരുത്. കൊച്ചിൻ്റെ ജീവകാലത്തെ ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ വരും. കൊച്ചുങ്ങളെല്ലാം കേൾക്കുക. 56-ാം ദിവസം ബലിയായി സമർപ്പിച്ച കുഞ്ഞുങ്ങളെ നിങ്ങൾ കേൾക്കുക. ആണ്ടോടാണ്ട് ഈസ്റ്ററും ക്രിസ്മസും വരും, ഓണവും സംക്രാന്തിയും വരും. പക്ഷെ സമർപ്പിതരായ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എങ്ങനെ സോമരസം കുടിക്കാൻ കഴിയും? സോമരസം സപ്ലൈ ചെയ്യുന്ന സ്ഥാപനങ്ങൾ നടത്താൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? ആ സ്ഥാപനങ്ങൾ വന്ന് വെഞ്ചരിക്കാൻ കത്തനാന്മാരെ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? അല്ലെങ്കിൽ കൂതാശ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? നാട്ടിലെ പ്രബലമായ പ്രമാണിമാർ നടത്തുന്ന സ്ഥാപനങ്ങളാണത്. അതുകൊണ്ട് നിങ്ങൾ പോയി അതിന് കൂതാശ ചെയ്യും, ആനാവെള്ളം തളിച്ചിട്ട് വരുമെന്ന്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവർ മദ്യവർജന റാലിക്ക് മുൻനിര നിൽക്കും. ഈ നീളക്കുപ്പായക്കാരായ ആളുകൾ പിറ്റേ ദിവസത്തെ മദ്യവർജന റാലിയുടെ മുൻപിൽ നിൽക്കും. അപ്പോൾ ഇന്നലെ എന്നാ ചെയ്തത്? ഇന്നലെ ഒരു കൂതാശയ്ക്ക് പോയതല്ലേ? എവിടെയാ? നമ്മുടെ പ്രധാനപ്പെട്ട സോ കുടുംബങ്ങളുണ്ടല്ലോ, ഞങ്ങളുടെ എറണാകുളം ജില്ലയിലാണ് പ്രമുഖ കുടുംബങ്ങളെല്ലാം, വലിയ കുടുംബങ്ങളെല്ലാം. അതൊരു 5-8 പേരുകളങ്ങ് പറയാനുണ്ട്. ഇന്ന ബാറ് നടന്ന്, ഇന്ന പട്ടഷാപ്പ് നടന്ന്. പട്ടഷാപ്പ് ഇപ്പോൾ ഇല്ല അല്ലേ? എന്നാൽ ശരി, കള്ള് ഷാപ്പോ എന്ന ഷാപ്പാണേലും അതൊക്കെ നടത്തുന്നത് ഈ പറയപ്പെട്ട പ്രധാനപ്പെട്ട എപ്പിസ്കോപ്പൽ സമൂഹത്തിലെ 2 പ്രബല കൂട്ടങ്ങളുണ്ടല്ലോ. അതായത് കാത്തലിക് ആൻഡ് സിറിയൻ ഓർത്തഡോക്സ് സമൂഹം. ഈ 2 കൂട്ടത്തിൽ നിന്നുള്ളവരാണ് ഇത് മുഴുവൻ നടത്തുന്നത്. എന്നിട്ട് അവർ നമ്മളോട് ചോദിക്കും, പാട്ടാണോ ആരാധനയെന്ന്. ഇരിക്കുക, റിലാക്സ് ചെയ്തിരിക്കുക, ഞങ്ങൾ പറയാം, കേട്ടോണ്ടിരിക്കുക. പാട്ടാണോ ആരാധനയെന്നൊക്കെ. ആരാധനയുടെ തുടക്കമാണ് പറയുന്നത് ഞങ്ങളെ തന്നെ ഒരു ബലിയായി സമർപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സമർപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്ക് സുബോധം വേണം. അതെങ്ങനെയുണ്ടാവും? അതിന് യോഹന്നാന്റെ സുവിശേഷം 16:8 വായിക്കണം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം ആരംഭിക്കുമ്പോൾ, പാപികളും ദോഷികളും അഭക്തരുമായിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് പാപത്തെക്കുറിച്ച് ബോധം വന്നു, ബോധം വെച്ചു. പാപബോധത്താൽ പിടിക്കപ്പെട്ട ഞങ്ങൾ അത്യുന്നതൻ്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്തു. അവിടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തന്ന ആലോചനകളുണ്ട്, സദ്ബുദ്ധികളുണ്ട്, സകല സത്യത്തിലും വഴി നടത്തുകയല്ലേ. ഞങ്ങളെ തന്നെ സമർപ്പിക്കാനുള്ള ആഹ്വാനമാണ് വന്നത്. അങ്ങനെ ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി പരിണമിക്കുകയാണിനി. തേജോമയനായ ദൈവം, ത്രിയേകനാം ദൈവം വസിക്കുന്ന മന്ദിരം ആ നിലയിലൊരു സമർപ്പണത്തിലേക്ക് വരികയാണ്. അതൊരു ആരംഭം കുറിക്കപ്പെടുകയാണ്. ആ സമർപ്പണത്തിലേക്ക് വന്നവൻ പിന്നത്തേതിൽ അവൻ സത്യാരാധനക്കാരനായി മാറുകയല്ലേ. തേജോമയനായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പരുവത്തിലേക്ക് അവൻ വരികയാണ്. അത് തന്നെയല്ല, അവൻ്റെ ജീവിതത്തിൽ പിന്നെ ചില ബലികളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. എന്തൊക്കെ യാഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്? നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും ഒക്കെ കഴിയുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, അതൊരു ബലിയാണ്. അതുപോലെ വിശ്വാസം എന്ന യാഗത്തെക്കുറിച്ച് പറയുന്നു. പിന്നെയോ ദൈവരാജ്യ നിമിത്തം കർത്തദാസന്മാരോടുള്ള ബന്ധത്തിൽ അവരെ സന്ധിക്കുക എന്നുള്ള കാര്യത്തിൽ, പൗലോസിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ, കൊടുക്കൽ വാങ്ങൽ കാര്യത്തിൽ ഫിലിപ്പിന് കാണിച്ച ഉത്സാഹത്തെ പൗലോസ് സുഗ്രാഹ്യമായൊരു യാഗം എന്ന നിലയിൽ പരിഗണിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു യാഗത്തിൻ്റെ കാര്യം കൂടെ പിന്നെ പറയുകയാണ്, അധരഫലം എന്ന സ്തോത്രയാഗം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ അതിൻ്റെ തുടക്കം ഒരു സമർപ്പണാനുഭവം വേണം. ഞങ്ങളെ തന്നെ, ഞങ്ങളുടെ ശരീരത്തെ തന്നെ ഒരു യാഗമായി സമർപ്പിക്കുകയാണ്, ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയല്ലേ തുടങ്ങി വയ്ക്കുന്നത്. അതിനല്ലേ ഞാനിപ്പോൾ ഈ പിക്ചർ കാണിച്ചത്. ഈ പിക്ചർ കാണിച്ചിട്ട് എന്താ പറഞ്ഞത്? ഈ പിക്ചറിലൂടെ സൂചിപ്പിച്ചത് ആ ബലിപീഠം ഡിമാൻഡ് ചെയ്യുന്ന കാര്യം, നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ് ബലിപീഠത്തിലേക്ക്. ജീവിതം സമർപ്പിക്കുകയാണ്. ജീവിതം സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതം അവിടെ കത്തി അമരുകയാണ്. ബലിപീഠത്തിൽ കത്തി അമരുകയാണ്. ബലിപീഠത്തിൽ കത്തി അമരുന്ന ആ ഒരു ജീവിതമുള്ളവനാണ് വിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവം അനുഭവിക്കാൻ കഴിയുന്നത്. ഇതൊക്കെ ഗൗരവമായ ആത്മീയമാണ്, പെട്ടെന്ന് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ബലിപീഠത്തിൽ കത്തി അമരുന്നൊരു ജീവിതം,
അവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന തീക്കനലുമായിട്ടാണ് അത്യുന്നതൻ്റെ സന്നിധിയിൽ പരിമളധൂപം അർപ്പിക്കുന്നത്. പരിമളധൂപം അർപ്പിക്കുന്നതിന് മുൻപ് തൻ്റെ സ്വന്തം ജീവിതം ബലിപീഠത്തിൽ കത്തി അമരുകയാണ്. അവിടെ രൂപപ്പെടുന്ന ആ തീയുടെ അനുഭവം അല്ലെങ്കിൽ തീക്കനൽ, അതുമായിട്ടാണ് വിശുദ്ധ സ്ഥലം മീൻസ് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് യാഹാം ദൈവത്തെ നാം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയാണ്. അതാണ് പുതിയ നിയമ ആരാധന. ഇത് രണ്ടും ചേർത്ത് വെച്ചാൽ ഞാൻ പറഞ്ഞത്, അത് ഗ്രഹിക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സൗരഭ്യം വെളിപ്പെടണം. അതിലേക്കാണ് പറഞ്ഞു വരേണ്ടത്. പക്ഷേ സമയം പോയതുകൊണ്ട് ഞാൻ ഇന്നത് പൂർത്തീകരിക്കുന്നില്ല. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച അത് പൂർത്തീകരിക്കും. ഇൻസെൻസ് ആൾട്ടറിൽ അർപ്പിക്കേണ്ട 5 വിധമായ സുഗന്ധവർഗ്ഗങ്ങൾ, ആ സുഗന്ധവർഗ്ഗങ്ങളിലേക്ക് വന്നാണ് നമുക്ക് ഈ കാര്യം പറഞ്ഞ് പൂർത്തീകരിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് സൂചിപ്പിക്കുന്ന കാര്യം എന്താ? ഇസ്രായേലിനാണ് ചട്ടങ്ങളും പ്രമാണങ്ങളും ലഭിച്ചത് ആരാധനയെക്കുറിച്ചുള്ളത്. അങ്ങനെ അവരെ ഒരു ആരാധനക്കാരായി വിളിച്ചു. പഴയ നിയമത്തിൻ്റെ ആരാധനയുടെ പ്രത്യേകത എന്താ? പഴയ നിയമ ആരാധനയിൽ ഞാൻ പറഞ്ഞു ബാഹ്യപ്രകടനങ്ങളുണ്ട്. അവിടെ ശരീരത്തെ തന്നെ ദൈവസന്നിധിയിൽ ചലിപ്പിച്ചുകൊണ്ട്, അതായത് കൈകളും കാലുകളും ഒക്കെ ചലിപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അവർ കടന്നു വരും. അതായത് ഈ ആരാധനയുടെ സമയത്ത് ഇസ്രായേലിലെ സകല ജനങ്ങളും ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അതേസമയം അവർ പ്രാകാരത്തിൽ നിന്നുകൊണ്ട് പാട്ടുകൾ പാടുന്ന സമയമുണ്ട്. സന്തോഷസൂചകമായി സങ്കീർത്തനങ്ങൾ ആലപിക്കും. ആ സമയത്താണ് അവർ ഈ പറഞ്ഞ പോലെ കുരുത്തോലയൊക്കെ കൈ പിടിക്കും, അല്ലെങ്കിൽ അവരുടെ കൈകളും അവരുടെ വസ്ത്രത്തിൻ്റെ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ വീശിക്കൊണ്ടും ഒക്കെ അവർ, അതായത് ബാഹ്യപ്രകടനങ്ങളുണ്ടെന്ന് ചുരുക്കം. പഴയ നിയമ ആരാധനയിൽ ബാഹ്യപ്രകടനങ്ങളുണ്ട്. എന്നാൽ പുതിയ നിയമ ആരാധനയിലേക്ക് വരുമ്പോൾ ബാഹ്യപ്രകടനങ്ങളില്ല. അപ്പോൾ പിന്നെ ചില ആളുകൾ അനങ്ങുകയും മറിയുകയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമ ആരാധന എന്താണെന്ന് ഈ പറഞ്ഞു വരുന്നത്? ആഴ്ചകളായി പറഞ്ഞുകൊണ്ടിരിക്കുക. പഴയ നിയമ ആരാധന നടക്കുന്ന സ്ഥലം സമാഗമന കൂടാരത്തിൻ്റെ അല്ലെങ്കിൽ പിന്നത്തേതിൽ യെരൂശലേം ദൈവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്താണ്. ജനമെല്ലാം പ്രാകാരത്തിലാണ്. അവിടെ നിന്നുകൊണ്ടാണ് അവർ ഈ അംഗചലനങ്ങളൊക്കെ നടത്തുന്നത്. അവരുടെ പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് ധൂപം അർപ്പിക്കുന്നതാണ് ആരാധന എന്ന് പറഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലെ ആരാധന എങ്ങനെയാണ് നമ്മൾ വാക്യങ്ങളിലൂടെ കണ്ടത്? റോമാലേഖനം 1:10, അതുപോലെ ഫിലിപ്പ് ലേഖനം 3:3. ആ വാക്യങ്ങളിലൂടെ നമ്മൾ കണ്ട കാഴ്ച എന്താ? ആരാധനയുടെ ഇടം ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഫിലിപ്പ് ലേഖനം 3:3 ഒന്ന് വായിച്ചേ. നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് ആരാധിക്കുക എന്നൊരു ചിന്തയാണ് വരുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. നാം നമ്മുടെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു എന്നാണ് വരുന്നത്. നാം ദൈവത്തെ നമ്മുടെ ആത്മാവിൽ ആരാധിക്കുന്നു. അവിടെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ സ്പിരിറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് സ്മോൾ ലെറ്റർ എസ് ആണ്, ക്യാപിറ്റൽ എസ് അല്ല. അത് നമ്മൾ ഗ്രീക്കിലേക്ക് പോകുമ്പോഴും നമുക്ക് കൃത്യമായ ആൻസർ കിട്ടും. ഹ്യൂമൻ സ്പിരിറ്റിൻ്റെ കാര്യമാണ് അവിടെ പറയുന്നത്, ഹോളി സ്പിരിറ്റിൻ്റെ കാര്യമല്ല. അപ്പം ഞാനും പണ്ട് തെറ്റിദ്ധരിച്ചിരുന്നു ആ വാക്യത്തെ. ദൈവത്തിൻ്റെ ആത്മാവിൽ ആരാധിക്കുക എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുക എന്നുള്ളൊരു ചിന്തയാണ് വരുന്നത്. ആരാധന പരിശുദ്ധാത്മാവിലാണ്, അതിന് വേറെ ഭാഗങ്ങൾ എടുത്തോണം. ഈ വാക്യത്തെ പ്രതി പറയാനുള്ളത് റോമാലേഖനം 1:10 പറയുന്ന പോലെ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം സാക്ഷി എന്ന് പൗലോസ് പറയുന്നില്ലേ? സെയിം തന്നെയാണ്. ഞാൻ എൻ്റെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു. അതായത് ആരാധനയുടെ ഇടം ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. ഇന്ന് ആരാധനയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട മന്ദിരം ഞാനും നിങ്ങളുമാണ്. പണ്ട് അങ്ങനെയല്ല. സമാഗമന കൂടാരത്തിൽ വരണം, അല്ലെ യെരൂശലേം ദേവാലയത്തിൽ വരണം. അപ്പം നിങ്ങൾ കാസർഗോഡാണ് താമസിക്കുന്നതെങ്കിൽ ആരാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആരാധിക്കണമെങ്കിൽ യെരൂശലേമിൽ വരേണ്ടി വരും. കാസർഗോഡിരുന്ന് ആരാധിക്കാൻ പറ്റില്ല. അല്ല, കാസർഗോഡ് ഒരു സിനഗോഗ് വെച്ചാൽ പോരെ. സിനഗോഗിലെ ആരാധനയൊന്നും അല്ലല്ലോ. സിനഗോഗിൽ പാട്ട് പാടും, അതുപോലെ അവരുടെ തോറയൊക്കെ എടുത്ത് വായിക്കും. യെശയ്യാ പ്രവാചകൻ്റെ ചുരുൾ നിവർത്തും അല്ലല്ലോ, യെശയ്യാ പ്രവാചകൻ്റെ ചുരുൾ നിവർത്തും പിന്നെ അടയ്ക്കും, അത്രയൊക്കെ ഉള്ളൂ. സിനഗോഗിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമൊന്നുമില്ല. അത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയോ പദ്ധതിയുടെ ഭാഗമല്ല. ഇസ്രായേൽ അവർ ഒരുമിച്ച് കൂടുവാനായിട്ട് സജ്ജമാക്കിയ ഒരു സംവിധാനമാണ് സിനഗോഗുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുനഗോഗ് എന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. അതേസമയം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ആരാധനയ്ക്ക് ഒരേ ഒരു ഇടമേ ഉള്ളൂ, അത് ദൈവാലയത്തിലായിരിക്കണം. ഒരൊറ്റ ദൈവാലയമേ ഉള്ളൂ, രണ്ടാമതൊരു ദൈവാലയമില്ല. അത് യെരൂശലേമിലാണ് ദൈവാലയം. അല്ലെങ്കിൽ മുൻകാലത്ത് സമാഗമന കൂടാരം എവിടെ ഇരുന്നോ അവിടെയാണ് ദൈവത്തിൻ്റെ ആലയം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിവാസം എന്ന് പറയുന്നത്. അവിടെയാണ് ആരാധന അർപ്പിക്കുന്നത്. എല്ലായിടത്തും ആരാധന അർപ്പിക്കാൻ പറ്റില്ല. അതിന് നമ്മൾ വാക്യം വായിച്ചു കഴിഞ്ഞ ദിവസം. ഇസ്രായേലിന് ബോധിക്കുന്നിടത്തൊന്നും ഹോമയാഗം അർപ്പിക്കാൻ കഴിയില്ല. ഇസ്രായേലിന് ബോധിക്കുന്നിടത്തൊന്നും അതുപോലെ പരിമള ധൂപം അർപ്പിക്കാനും കഴിയില്ല. പരിമള ധൂപം അർപ്പിക്കുന്നത് എങ്ങനെയാണ്?
ഒരേ ഒരു ധൂപപീഠേ അവർക്കുള്ളൂ. അതിരിക്കുന്നത് സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്താണ്, അല്ലെങ്കിൽ യെരുശലേം ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലത്താണ്. അപ്പോൾ എല്ലായിടത്തും നിന്ന് ആരാധിക്കാൻ കഴിയില്ലെന്നേ. അതാണ് പഴയ നിയമ ആരാധനയുടെ പ്രത്യേകത. എല്ലായിടത്തും നിന്ന് അവർക്ക് ആരാധിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആണ്ടിൽ 3 തവണ ഇസ്രായേലിലെ പുരുഷന്മാർ യെരുശലേം ദേവാലയത്തിലേക്ക് കയറി വരുന്ന ഒരു വരവുണ്ട്. ആണ്ടിൽ 3 പ്രാവശ്യം. അപ്പോൾ സ്ത്രീകളും കുട്ടികളും ഭവനത്തിലായിരിക്കും, അവരുടെ വൃദ്ധരായവരൊക്കെ. പുരുഷന്മാർ അവിടെ കടന്നു വരും. അങ്ങനെ കടന്നു വരുന്ന സമയത്ത് പാടുന്ന സങ്കീർത്തനങ്ങളാണ് 132, 33, 34 ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങളൊക്കെ അവരങ്ങോട്ട് കടന്നു വരുമ്പോൾ പാടുന്നത്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും മനോഹരം എന്നൊക്കെ അന്നേരം പറയുന്ന കാര്യമാണ്. സഹോദരന്മാർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന വരവാണതൊക്കെ. അപ്പോൾ അത് പ്രത്യേകമായ കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് പുരോഹിതന്മാർ ദിവസേന ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ധൂപത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞു വരുന്നത്. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സത്യാരാധനയുടെ ഭാഗമാണ്. അതെങ്ങനെയാണ് പറയുന്നത്? ഇപ്പോൾ ഞാൻ ഈ പിക്ചർ കാണിച്ചുകൊണ്ട് നിങ്ങളോട് പറഞ്ഞെന്താ, യാഗപീഠം ഡിമാൻഡ് ചെയ്യുകയാണ് നമ്മുടെ ജീവിതം സമർപ്പിക്കേണ്ടതുണ്ട്. അല്ലാതെ ചുമ്മാ പെന്തിക്കോസിൽ പോയി. എന്തിനാ പോയത്? ഭാര്യയും ഭർത്താവും കൂട്ടയടിയായിരുന്നു. അപ്പോഴാണ് ഇന്ന സ്ഥലത്ത് ഒരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുന്നു എന്ന് ആരാണ്ട് പറഞ്ഞു കേട്ടു. അവിടെ പോയി. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, കാര്യങ്ങൾ ശരിയാവണോ, 2 പേര് ജ്ഞാനപ്പെട്ടോളാൻ പറഞ്ഞു. ഒന്നും കേട്ടില്ല വേണ്ട വിധത്തിൽ. പുള്ളി അപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു എല്ലാത്തിനും പരിഹാരം. പുള്ളി പ്രിസ്ക്രൈബ് ചെയ്തു. എന്താ അത്? 2 പേരും ചാടിക്കോ വെള്ളത്തിലേക്ക്. അങ്ങനെ 2 പേരും വെള്ളത്തിൽ ചാടി. പിന്നെയും വെള്ളത്തിൽ നിന്ന് കയറി വന്ന കീരിയും പാമ്പും, അത്രയൊക്കെ തന്നെ. അപ്പോൾ ഇപ്പോഴുള്ള പ്രത്യേകത തന്നെ, ഇപ്പോൾ പെന്തക്കോസുകാരുടെ കൂട്ടത്തിൽ ഇടയ്ക്ക് അന്യഭാഷയും പറയും, അല്ലേലിയും പറയും, അതും ഇതുമൊക്കെ പറയും. ഇതും പറയും അതിൻ്റെ ഇടയ്ക്ക്. അതാ കുഴപ്പം. അന്യഭാഷയും പറയും, പിന്നെ അതും ഇതുമൊക്കെ പറയും. നേരത്തതിൽ നിന്ന് എന്താ ഒരു മാറ്റം വന്നത്? അകത്ത് പ്രത്യേക ചലനങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ, ഒരു രൂപാന്തര അനുഭവം ഒന്നും ഉണ്ടായില്ലല്ലോ. ഒരു വിഷയത്തിൻ്റെ പരിഹാരത്തിന് പോയതാ. ഒരു മയക്കുവെടിയിൽ അവരിങ്ങനെ മയക്കി അങ്ങ് വിട്ടു. മയങ്ങി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. എത്ര കൊല്ലമായി? 10-25 കൊല്ലമായി. പിള്ളേരെയൊക്കെ കെട്ടിച്ചു. അപ്പോൾ ഇത്രയും കൊല്ലമായിട്ട് മയക്കത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അന്നൊരു മയക്കുവെടി വെച്ചതാ. അപ്പോൾ ഇതിനിടയ്ക്കൊന്നും കേട്ടില്ലേ ഒന്നും? ഇതിനിടയ്ക്ക് എന്നാ കേൾക്കുന്നത്? പിന്നെ കേട്ടത് മുഴുവൻ ഇങ്ങനെയല്ലേ, വാലല്ല തലയാക്കും എന്നുള്ളതല്ലേ. അല്ലാതെ ശുദ്ധീകരണത്തെക്കുറിച്ചോ രൂപാന്തരത്തെക്കുറിച്ചോ സമൂലമായ പരിവർത്തനത്തെക്കുറിച്ചോ ക്രൂശെടുക്കുന്നതിനെക്കുറിച്ചോ നുഖത്തിൻ കീഴിൽ വരുന്നതിനെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചും വേണ്ട വിധത്തിൽ കേട്ടിട്ടില്ല. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. വേണ്ട വിധത്തിൽ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. അത്ര തന്നെ. അപ്പോൾ എന്താ സൗരങ്ങളെ പറഞ്ഞു വരുന്നത്? ബലിപീഠം എന്താ ഡിമാൻഡ് ചെയ്യുന്നത്? സമർപ്പണാനുഭവത്തിലേക്ക് വരണം. കത്തണം. അവിടെ കത്തണം. ആ കത്തുന്ന അനുഭവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അവിടെയാണ് നമ്മെ സ്ഫുടം ചെയ്തെടുക്കുന്നത്. നമ്മുടെ ജഡിക മണ്ഡലങ്ങളെല്ലാം ആ തീക്കകത്ത് കരിയുകയാണ്. ഏത് തീയ? ഇവിടെ ഇവന്മാർ ഫയർ എന്ന് പറഞ്ഞ് കിടക്കുന്ന തീയൊന്നും അല്ല കേട്ടോ. നമ്മൾ ബലിപീഠത്തിലേക്ക് വരികയാണ്, സമർപ്പണാനുഭവത്തിലേക്ക് വരികയാണ്. ബലിപീഠത്തിൽ തീ കത്തുകയല്ലേ? അതെന്തിനു വേണ്ടിയാ? നമ്മുടെ ജഡിക ഇച്ഛകളെയെല്ലാം കരിച്ചു കളയും. ജഡേച്ഛകളെ, അത് തന്നെ, നമ്മുടെ ജഡേച്ഛകളെയെല്ലാം കരിച്ചു കളയുകയാണ് അവിടെ. അങ്ങനെ സ്ഫുടം ചെയ്ത് നമ്മെ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഈ ഭൂമി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജഡിക ചിന്തകൾ പിന്നെയും വരും. അതിന് പിന്നെയും തീ കത്തിക്കൊണ്ടിരിക്കുക. നാം ആ സമർപ്പണത്തിൽ നിന്ന് ഇളകാതിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ ആ സമർപ്പണാനുഭവത്തിൽ ഇങ്ങനെ ഈ കത്തലിൻ്റെ നടുവിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അത്യുന്നതൻ്റെ സന്നിധിയിൽ സൗരഭ്യം പരത്തുകയാണ്, സുഗന്ധ ധൂപമായി മാറുകയാണ്. അങ്ങനെ ജീവിതം തന്നെ ആരാധനയായി സമർപ്പിച്ചവൻ അവൻ അധരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കും. അതുപോലെ ദൈവസന്നിധി കടന്നു വരുമ്പോൾ അവന് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ സംസാരിച്ചു തുടങ്ങും. അതുപോലെ തന്നെ എന്താ പറയുക, ആത്മാവിൽ നിറഞ്ഞ് സ്വർഗീയമായ ഭാഷയിൽ അവൻ സംസാരിക്കും. ദൈവസന്നിധിയിൽ ആത്മാവിൽ സംസാരിക്കും. ആത്മാവിൽ സംസാരിക്കും, ആത്മാവിൽ പാടും, ആത്മാവിൽ പ്രാർത്ഥിക്കും. അതൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ആരാധനയുടെ ഉയർന്ന ഒരു തലത്തിലേക്ക് ആ വ്യക്തി വരികയാണ്. ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തെ ആരാധിക്കാൻ ആരംഭിക്കുകയാണ്. ദൈവസിംഹാസനത്തിന് മുമ്പാകെ കടന്നു വന്ന് സെറാഫുകൾ ആരാധിച്ചതുപോലെ തന്നെ സെറാഫുകൾ അവിടെ വന്ന് നിന്നിട്ട് പറയുകയാണെന്ന് വിചാരിക്കുക. കയ്യും കെട്ടി നിൽക്കുക. ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു ആരാധനയെ കേട്ടോ, ഞങ്ങൾക്കൊന്നും പറയാനില്ല അധികം. അങ്ങനെയാണോ സെറാഫുകൾ ചെയ്തത്? സെറാഫുകൾ അയ്യോ, അതൊക്കെ പറഞ്ഞ കുറേ സഹോദരന്മാരുണ്ട്. അവരെ ഓർത്തുപോയി ഞാനിപ്പോൾ, അതാ ഒന്ന് ചിരിച്ചു പോയത്. അവരെല്ലാം ഭയങ്കര പോയിന്റുകൾ പറയുന്നവരുടെ പ്രസംഗമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
നമ്മൾ അത്രയും കടുപ്പത്തിന് ഗ്രീക്ക് ഹീബ്രു ഒന്നും പറയാറില്ലോ, അതുകൊണ്ട് അത്രയ്ക്കും ഒരു ഗൗരവം അവർ നമുക്ക് തരാറില്ല. എങ്കിലും നമ്മളൊന്ന് ചിരിച്ചു പോയതാണ്. ഇതിൻ്റെ വശങ്ങൾ നമുക്ക് സ്വർഗ്ഗം എന്തായാലും വെളിപ്പെടുത്തി തന്നല്ലോ. അപ്പോൾ പ്രിയരെ, ഈ പറഞ്ഞ രീതിയിൽ ആ ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ കടന്നു വരുന്ന കാര്യം പറഞ്ഞല്ലോ. ഇവിടെയാണ് ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ചും കൂടി ഒന്ന് സൂചിപ്പിക്കാം. ആരാധനയ്ക്ക് കടന്നു വരുന്നവൻ യാഗാർപ്പണത്തിൽ നിന്നാണ് ധൂപാർപ്പണത്തിലേക്ക് വരുന്നതെന്ന് പറഞ്ഞല്ലോ. അവിടെ ഒരു ഭാഗം കൂടെ വായിച്ച് നമുക്ക് അങ്ങ് അവസാനിപ്പിക്കാം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21-ാമത്തെ വാക്യം വരെ. യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചെന്തെന്നാൽ, കഴുകേണ്ടതിന് ഒരു താമ്രത്തൊട്ടിയും അതിനൊരു താമ്രക്കാലും ഉണ്ടാക്കണം. അതിനെ സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും മധ്യേ വെച്ച് അതിൽ വെള്ളം ഒഴിക്കണം. അതിൽ അഹരോനും അവന്റെ പുത്രന്മാരും കയ്യും കാലും കഴുകണം. അവർ സമാഗമന കൂടാരത്തിൽ കിടക്കുകയോ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിൽ ശുശ്രൂഷിക്കുവാൻ ചെല്ലുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. അവർ മരിക്കാതിരിക്കേണ്ടതിന് കയ്യും കാലും കഴുകണം. അതവർക്ക് തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ഇപ്പോൾ ആരാധനയ്ക്ക് കടന്നു വരുന്നവൻ ഈ പഴയ നിയമ വേദഭാഗം എനിക്ക് ബാധകമല്ല, ഞാൻ ചില പണ്ഡിതന്മാരുടെ പ്രസംഗം ഇപ്പോൾ കേൾക്കുന്നത് പുതിയ നിയമം മാത്രം മതിയെന്നാണ് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ വേദഭാഗമൊന്നും എനിക്ക് ബാധകമല്ല, ഞാൻ മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള 27 പുസ്തകത്തിൻ്റെ ആളാണെന്ന് ഒരുത്തൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് പരിശുദ്ധാത്മാവ് അല്ല നടത്തുന്നതെന്ന് ഇതിൽ കൂടുതൽ തെളിവ് വേണോ? ഇത് തലമുറയായിട്ടുള്ളൊരു ചട്ടമല്ലേ? ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് സമാഗമന കൂടാരത്തിലോ പിന്നത്തേതിൽ യെരൂശലേം ദേവാലയത്തിലോ കടന്നു വരുമ്പോൾ ബാഹ്യ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിലാണ് ഈ കാര്യം കാണുന്നത്. പുറമേയുള്ള ശുദ്ധീകരണം, കയ്യും കാലും കഴുകണം, അല്ലാതെ യാഗപീഠത്തോട് അടുക്കരുത്, അല്ലാതെ ധൂപപീഠത്തോട് അടുക്കരുത്. കയ്യും കാലും കഴുകണം. നമ്മൾ ഈ വിഷയം കഴിഞ്ഞ നാളുകളിൽ എങ്ങനെയാണ് പഠിച്ചത്? കാലുകൾ കാണിക്കുന്നത് നടപ്പിനെയാണ്, നമ്മുടെ നടപ്പിനെയാണ്. കൈകൾ കാണിക്കുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ നമ്മുടെ നടപ്പും പ്രവൃത്തിയെല്ലാം വെടിപ്പുള്ളതായിരിക്കണം. ദൈവസന്നിധിയിൽ ശുദ്ധീകരണത്തോടെയാണ് കടന്നു വരേണ്ടത്. ഈ വെള്ളത്തിൽ കഴുകുക എന്നൊക്കെയുള്ള വിഷയത്തിൽ നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ കാണുന്ന കാര്യം എന്താ? ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണില്ലെന്നാണ്. ശുദ്ധീകരണം കൂടാതെ, ഇവിടെ വായിക്കുന്ന ശുദ്ധീകരണം കൂടാതെ കടന്നു വന്ന മരിക്കുമെന്നാണ്. അപ്പോൾ അതെങ്ങനെ പുതിയ നിയമത്തിൽ നമ്മൾ കൊണ്ടുവരും? ശുദ്ധീകരണം കൂടാതെ ഒരു വ്യക്തി ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ അവൻ മരിക്കും എന്ന് പറഞ്ഞ അർത്ഥം അത്രേ ഉള്ളൂ. വേർപാടെന്നാണ് മരണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അവൻ ദൈവസാന്നിധ്യം അനുഭവിക്കില്ല, അത്ര തന്നെ. അവൻ ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശുദ്ധീകരണത്തോടു കൂടിയാണ് കടന്നു വരേണ്ടത്. പഴയ നിയമത്തിൽ വെള്ളത്തിൽ കഴുകിയാൽ മതി. പുതിയ നിയമത്തിൽ ശുദ്ധീകരണത്തിന് ദൈവം വെച്ച വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ശുദ്ധീകരണത്തോടു കൂടിയാണ് ദൈവസന്നിധിയിൽ ഒരു ആരാധനക്കാരനായിരിക്കേണ്ടത്, എപ്പോഴും ആയിരിക്കേണ്ടത്. ഇനി വേറൊരു ഭാഗത്തില്ലേ, നീ ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പോൾ നിൻ്റെ സഹോദരനോട് ഒരു വിഷയം ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ വിഷയം ക്രമീകരിച്ചിട്ട് വേണം ബലിയർപ്പിക്കാൻ പോകണമെന്ന്. അങ്ങനെയല്ലേ പറയുന്നത്? ഇന്ന് ഞാൻ ഹെവിയായിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് പറയുന്ന സ്ഥലത്ത് ഇന്നലെ ഒരു കത്തോലിക്ക പള്ളിയിൽ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കണോ വടക്കോട്ട് തിരിഞ്ഞ് നിൽക്കണോ എന്നുള്ള ഒരു ചിന്ത വന്നു ആളുകൾക്ക്. ചിന്ത വന്നപ്പോൾ അച്ഛനെ എടുത്ത് ഒന്ന് അമ്മാനമാടി കളിച്ചു. അച്ഛൻ കുർബാനയൊക്കെ അർപ്പിക്കാനാണ് വന്നതെങ്കിലും വിശ്വാസികൾ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത് കളഞ്ഞു. എങ്ങോട്ടാ തിരിഞ്ഞ് നിൽക്കുന്നതെന്നുള്ളൊരു കൊച്ചു വിഷയമുള്ളൂ. പക്ഷേ അവർക്ക് നിർബന്ധമായിട്ട് ബലി അർപ്പിക്കണം. എങ്ങനെ അർപ്പിക്കണം? അച്ഛനിട്ടൊന്ന് കൊടുക്കണം. അച്ഛൻ ജനാഭിമുഖ കുർബാന നടത്തില്ല. അച്ഛൻ അങ്ങ് കിഴക്കോട്ടോ എങ്ങോട്ടോ തിരിഞ്ഞ് നിന്നിട്ട് നടത്തുള്ളൂ. മാർപ്പാപ്പേനെ പുള്ളി അനുസരിക്കും. ജനം പറയുന്നത് ഞങ്ങൾക്ക് മാർപ്പാപ്പേനെ അനുസരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ നേരെ നോക്കി എന്നിട്ട് ചൊല്ലാങ്കിൽ ചൊല്ലിയാൽ മതി. അപ്പോൾ പ്രായമുള്ള അച്ഛനാന്നേ, അച്ഛനെ എടുത്ത് കൈകാര്യം ചെയ്തു. വേറെയും പല വീഡിയോസും ഒക്കെ കണ്ടു. എല്ലാം ഭയങ്കര രസകരമായ കാര്യങ്ങളാണ്. എന്തിനു വേണ്ടിയാ? കുർബാന അർപ്പിക്കാനാ, ബലി അർപ്പിക്കാൻ ഇത്ര ബന്ധപ്പാട് വേണോ? പഴയ നിയമത്തിൽ ബലിയർപ്പണത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര സീരിയസാ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ, അതായത് ദൈവത്തെ ആരാധിക്കാൻ ദൈവസന്നിധിയിൽ ഒത്തുകൂടുകയാണെങ്കിൽ നിങ്ങളത് ആരാധനയെന്നാണ് പറയുന്നതെങ്കിൽ അതിനു മുമ്പ് അടി കൂടിയിട്ടാണോ ആരാധിക്കുന്നത്? അപ്പോൾ ചില പെന്തക്കോസുകാരുടെ കാര്യവും പറഞ്ഞാലോ, അതും ഇതുപോലെയൊക്കെയാണ്. വീഡിയോസൊക്കെ അവിടെ ഇവിടെയൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ കക്ഷികൾക്കൊന്നും ഇതൊന്നും മനസ്സിലാകുന്നില്ലെന്നേ. ഒന്നിനും വചനം വെളിപ്പെടുന്നില്ല, വചനം മറഞ്ഞിരിക്കുകയാണ്.
വചനം വെളിപ്പെട്ടാലല്ലേ ദൈവഭയം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ സൂചന എന്താ? ദൈവസന്നിധി കടന്നു വരുമ്പോൾ ശുദ്ധീകരണം നിർബന്ധമാണ്. ശുദ്ധീകരണത്തോടെ അല്ലാതെ ആർക്കും ദൈവസന്നിധി കടന്നു വരാൻ കഴിയില്ല. ഒറ്റ വാക്യം കൂടെ വരുന്നു, ലേവ്യ പുസ്തകം 6-ാം അധ്യായം, ലേവിറ്റിക്സ് ചാപ്റ്റർ 6. അതും കൂടെ പറഞ്ഞാൽ ആ ഭാഗം ഏതാണ്ട് അത്രയായി. ബാക്കി നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ലേവ്യ പുസ്തകം 6:10. പുരോഹിതൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയാൽ അവന്റെ നഗ്നത മറച്ചുകൊണ്ട് യാഗപീഠത്തിന്മേൽ ഹോമയാഗം ദഹിപ്പിച്ചുണ്ടായ വെണ്ണീറെടുത്ത് യാഗപീഠത്തിന്റെ ഒരു വശത്ത് ഇടണം. അതായത് യാഗത്തോടുള്ള ബന്ധത്തിൽ ഈ ലേവ്യ പുസ്തകത്തിലെ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ പല കാര്യങ്ങളും കാണുന്നു. അപ്പോൾ യാഗമാണ് ആരാധന എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ അവരോട് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. ഇവിടെ യാഗം അർപ്പിക്കാൻ വരുന്ന പുരോഹിതനാണ് യാഗം അർപ്പിക്കുന്നത്. ധൂപം അർപ്പിക്കുന്ന പുരോഹിതനാണ്. ഇസ്രായേലിലെ സാമാന്യ ജനത്തിന് ഈ 2 കാര്യം ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ നിൽക്കുന്നവരാണ് പുതിയ നിയമത്തിൻ്റെ പുരോഹിതന്മാർ. അവർ യാഗാർപ്പണത്തിന് വരുമ്പോൾ അവരുടെ വസ്ത്രത്തെക്കുറിച്ച് അവിടെ പറയുന്നത് വെളുത്ത പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രമായിരിക്കണം. അതായത് പ്യുവർ വൈറ്റ് അല്ലേ, അതായത് വെളുത്ത പഞ്ഞിനൂൽ കൊണ്ടുള്ള വെണ്മയുള്ള വസ്ത്രമായിരിക്കണം. അതിൽ കറ, ചുളുക്കം, മാലിന്യം ഒന്നും പാടില്ല. യാതൊരു സ്പോട്ടും പാടില്ലെന്ന്, ഒന്നും പാടില്ല. അത് വെണ്മയുള്ളതായിരിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുന്നത്? പുരോഹിതൻ്റെ ഇന്നർ ഗാർമെൻറ്റ്സും ഔട്ടർ ഗാർമെൻറ്റ്സും ഈ പറയപ്പെട്ട പ്യൂർ വൈറ്റ് ആയിരിക്കണം. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പരിഗണിക്കുന്നത്? അതായത് അത്യുന്നതൻ്റെ സന്നിധിയിൽ യാഗാർപ്പണത്തിനും ധൂപാർപ്പണത്തിനും വിളിക്കപ്പെട്ട ഒരു പുതിയ നിയമ പുരോഹിതൻ, അവൻ്റെ ജീവിതം, അവൻ്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും എങ്ങനെയായിരിക്കണം? കുറ്റമറ്റതായിരിക്കണം, വെടിപ്പുള്ളതായിരിക്കണം, അവൻ കഴുകൽ പ്രാപിച്ചിരിക്കണം. പുരോഹിതൻ വരുമ്പോൾ എങ്ങനെ വരണം? ഇനി അഥവാ എന്തെങ്കിലും അതിനകത്ത് ചെളിയോ പൊടിയോ ഉണ്ടെങ്കിൽ അത് അലക്കി വെളുപ്പിച്ചിട്ട് വേണം പുരോഹിതൻ യാഗാർപ്പണത്തിന് വരാനായിട്ട്. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിട്ട് വേണം ആരാധനയ്ക്ക് കടന്നു വരാൻ. അങ്ങനെ ഈ ആരാധനയുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പറയാനും പഠിപ്പിക്കാനും ഉണ്ട്. ഇത് അച്ഛൻ്റെ ചോദ്യത്തിനൊരു മറുപടി നമ്മൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതേസമയം നമ്മൾ അന്ന് ഈ വിഷയം, ആരാധന എന്നൊരു വിഷയം അന്ന് ധ്യാനിച്ച സമയത്ത് ഇത് വിശദമായി നമ്മളന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആരാധനയെക്കുറിച്ചുള്ള നല്ല ബോധ്യത്തിൽ വേണം ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ. അല്ലാതെ വന്ന് എന്തെങ്കിലും ഒരു ഓർഗൻ്റെ മുമ്പിൽ നിന്ന് ചാടിത്തുള്ളി പോകുന്നതല്ല പുതിയ നിയമ ആരാധന എന്ന് പറയുന്നത്. പുതിയ നിയമ ആരാധന എന്ന് പറയുന്ന ഒരു സമർപ്പണത്തിൽ ആരംഭിക്കുകയാണ്. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടാണ് ദൈവസന്നിധിയിൽ ആരാധിക്കാൻ വരേണ്ടത്. അവിടെ യാഗാർപ്പണമുണ്ട്, ധൂപാർപ്പണമുണ്ട്. ജീവിതം തന്നെ ഒരു യാഗമാണ്. നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മൾ ഉറ്റുനോക്കണം. അതായത് യാഗം അർപ്പിക്കാൻ വരുന്ന പുരോഹിതൻ താമ്രത്തൊട്ടിയിലേക്ക് നോക്കുമല്ലോ, അതിൽ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് കിടക്കുന്നത്. അതെന്താ കാണിക്കുന്നത്? യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ ദൈവത്തിൻ്റെ വചനമാകുന്ന കണ്ണാടിയിലേക്ക് നാം നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് കാര്യങ്ങളെ കാണിച്ചു തരും, നമ്മുടെ ജീവിതം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ അതിൽ എന്തെങ്കിലും കറയും ചുളുക്കവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ശുദ്ധീകരണം പ്രാപിക്കണം. ശുദ്ധീകരണത്തോടു കൂടി വേണം ദൈവസന്നിധിയിൽ യാഗാർപ്പണത്തിനും ധൂപാർപ്പണത്തിനുമായിട്ട് അടുത്തു വരുവാനായിട്ട്. കാരണം നാം സേവിക്കുന്ന ദൈവം ആരെന്ന് തിരിച്ചറിയണം. ഇവിടെയാണ് സഹോദരങ്ങളെ 96-ാം സങ്കീർത്തനത്തിലെ ഒരു വാക്യം, അതായത് അതിൻ്റെ 9-ാം വാക്യം, വിശുദ്ധാലങ്കാരത്തോടു കൂടിയാണ് ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് വരേണ്ടത്. വിശുദ്ധാലങ്കാരത്തോടെ വിശദമാക്കേണ്ട വിഷയങ്ങളാണ്. ഞാൻ വാക്കുകളിവിടെ ചുരുക്കുകയാണ്. അപ്പം ആരാധനയ്ക്ക് വേണ്ടി വരുന്ന ഒരു പുതിയ നിയമ ഭക്തനെ സംബന്ധിച്ച് അവൻ്റെ ആരാധനാ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. ജീവിതം തന്നെ ആരാധനയാണ്. നമ്മളിത് കണ്ടതുപോലെ നാം ആ സമർപ്പണാനുഭവത്തിലേക്ക് വരുന്നു. എന്തിനു വേണ്ടിയാ? ആരാധനക്കാരനെന്ന നിലയിൽ ബലിപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെ കത്തി അമരുകയാണ് ജീവിതം. ആ തീക്കനലുമായിട്ടാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുക്കുന്നത്, അല്ലെങ്കിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നത്. സമർപ്പിതൻ മാത്രമാണ് ദൈവസാന്നിധ്യം അനുഭവിക്കുന്നത്. അവന് മാത്രമാണ് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ കഴിയുന്നത്. അത്ര സീരിയസ് ആയ കാര്യമാണ്. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നവൻ ശുദ്ധീകരണം പ്രാപിക്കണം. ശുദ്ധീകരണത്തോടു കൂടിയാണ് ദൈവസന്നിധിയിൽ ആയിരിക്കേണ്ടത്. കൂട്ടത്തിൽ ചേർത്തൊരു കാര്യം കൂടെ പറഞ്ഞു, അവൻ്റെ വസ്ത്രം, അവൻ്റെ ഇന്നർ ഗാർമെൻറ്റ്സും ഔട്ടർ ഗാർമെൻറ്റ്സും പ്യുവർ വൈറ്റ് ആയിരിക്കണം. അതായത് വെണ്മയുള്ളതായിരിക്കണമെന്ന്. അതിനകത്ത് യാതൊരു കളയും കളങ്കവും ഒന്നും പാടില്ല. അവിടെ എല്ലാം ശുദ്ധീകരണത്തെയാണ് കാണിക്കുന്നത്. ഈ തേജോമയനായ ദൈവത്തോട് അടുക്കേണ്ടതിന് ശുദ്ധീകരണം കൂടാതെ അടുക്കാൻ കഴിയില്ല. ഇന്നും യേശുക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വാദിക്കുന്നുണ്ട്. ആ സമർപ്പിതാനുഭവത്തിലാണ് നാമെങ്കിൽ നിശ്ചയമായും ശുദ്ധീകരണത്തോടു കൂടി നമുക്ക് ദൈവസന്നിധിയിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയും. അങ്ങനെ നാം നമ്മുടെ യാത്രയിൽ നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവശബ്ദം കേട്ടുകൊണ്ട് നമ്മുടെ യാത്ര ദൈവസന്നിധിയിൽ പൂർത്തീകരിക്കുവാനായിട്ട് കഴിയും.
സൗരങ്ങളെ നമ്മൾ ഈ ഇത്രയും നേരം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത കാര്യങ്ങൾ വളരെ ഡെപ്തുള്ളതാണ്. നമ്മുടെ ജീവിതം തന്നെ ദൈവസന്നിധിയിൽ കുറ്റമറ്റതായിരിക്കണം, സാക്ഷ്യമുള്ള ജീവിതമായിരിക്കണം. അതുപോലെ നാം ശുദ്ധീകരണത്തോടു കൂടിയാണ് ദൈവസന്നിധിയിൽ അടുക്കേണ്ടത്. ആരാധന എന്ന് പറയുന്നത് വളരെ ഗൗരവമായൊരു വിഷയമാണ്. ആരാധനയിൽ പതറിപ്പോയ ചരിത്രങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്തിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. അഹ്റോൻ്റെ മൂത്ത പുത്രന്മാർ ആരാധന എന്ന വിഷയത്തിലാണ് തകർന്നു പോയത്. അവർ അന്യാഗ്നിയുമായി ദൈവസന്നിധി കടന്നു വന്നു. അങ്ങനെ അനവധി കാര്യങ്ങൾ പറയാനുണ്ട്. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം നമുക്ക് അതിൻ്റെ പൂർണ്ണതയിലേക്കും അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ഗൗരവത്തിലേക്കും കടന്നു പോകാനായിട്ട് കർത്താവിൽ ശരണപ്പെടാം. ഇന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.